അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം. ഈശോയെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം ഞാൻ 100 വട്ടം കണ്ട് അനുഭവിച്ച 10,000 മനുഷ്യരിൽ അനുഭവേദ്യമായ സഭയിലുള്ള നിന്റെ സാന്നിധ്യം. കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് ഇത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണാത്തതായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. നീ അവരെ കരുണയോടെ ആദ്യതയോടെ നീ പാതാളങ്ങളിൽ ഇറങ്ങിയ ദിവസമാണ്. ഞങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ 8 പറയുന്നുണ്ട്. അവൻ മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവൻ പാതാളങ്ങളിൽ ഇറങ്ങി. അത് ഈശോയെ, മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ
പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോ, ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഈ ദിവസങ്ങളിൽ നീ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായി പാതാളത്തിൽ ഇറങ്ങിയ ദിവസമാണ് ഈശോയെ. മനുഷ്യൻ്റെ എല്ലാ പാതാളങ്ങളിലേക്കും, കല്യാണം കെട്ടാതെ വയസ്സായി നരച്ചു പോയി, കുഞ്ഞുങ്ങളില്ലാതെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങളും പോയി, അങ്ങനെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, നീയാണ് പുനരുത്ഥാനം, നീ മാത്രമാണ് പുനരുത്ഥാനം. ഞങ്ങളുടെ എല്ലാ നഷ്ടപ്പെട്ട പ്രതീക്ഷകളും, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ, തിരുവുത്ഥാന പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദന നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ ചന്ദ്രൻ്റെ വ്യാസവും നമ്മുടെ പസഫിക് സമുദ്രത്തിൻ്റെ വ്യാസവും ഒന്നാണെന്ന് ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു കാലത്ത് ഭൂമിയുടെ അടുത്ത് കൂടി ഒരു മഹാഗോളം പോയപ്പോഴേ ഭൂമിയുടെ ഒരു കഷണം ആകർഷിച്ച് തെറിച്ചു പോയി നിൽക്കുന്നതാണ് ചന്ദ്രൻ എന്ന് പണ്ട്. ശരിയോ തെറ്റാണെന്ന് ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല, പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്. ചുമ്മാ നാട്ടുപ്രസ്ഥാനമല്ല, സ്കോളേഴ്സ് പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ നിക്കഡേമോസ് ആയിരുന്നല്ലേ ഈ ദിവസങ്ങളൊക്കെ സംസാരിക്കണത്. നിക്കഡേമോസിൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു വചനം തെറിച്ചു പോയി. അത് 3-ാം അധ്യായത്തിൽ നിന്ന് 6-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അതെന്താണെന്നറിയാമോ? അത് ആ കഷ്ണം എടുത്ത് ഇവിടെ വെച്ചാലേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിക്കഡേമോസിനെ കാണുമ്പോൾ ഈശോ എന്താ പറയണത്? ജഡത്തിൽ ജനിക്കുന്നത് ജഡവും. യോഹന്നാൻ 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും, ആത്മാവ് ജനിക്കുന്നത് ആത്മാവും. അപ്പോൾ ഇവിടെ വെച്ച് പറയേണ്ട, ഇവിടെ നിന്നൊരു കഷ്ണം തെറിച്ചു പോയി ചന്ദ്രനെ പോലെ പുറത്ത് കിടക്കി. എവിടെ? 6:63 കിടപ്പുണ്ട്. അതെടുത്ത് ഇവിടെ വെച്ചാലേ ഒക്കത്തുള്ളത്. അതേതാണെന്നറിയാമോ? അത് വേറെ കോണ്ടക്സ്റ്റ് പറഞ്ഞതാണ്. പക്ഷേ ആത്മാവാണ് ജീവൻ നൽകുന്നത്. ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും എന്ന് പറഞ്ഞാൽ 3:6. ഇനി 6:63 എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകണത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പൊ എന്താ വ്യത്യാസം അറിയാമോ? ജഡത്തുനിന്ന് ജനിക്കും. ഇതെൻ്റെ ഹസ്ബൻഡ് ബിജോയ്. ഞങ്ങൾ ചേർപ്പങ്കൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിന് 1000 നന്ദി പറയുകയാണ്. 2024 ഫെബ്രുവരിയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ പ്രത്യേക നിയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഞാൻ സൗദിയിലും ഹസ്ബൻഡ് കുവൈറ്റിലും ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് OET 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മാതാവിൻ്റെ കൃപയാൽ എൻ്റെ ഒരു കസിൻ തന്നെ എന്നെ OET പഠിപ്പിക്കാൻ റെഡിയായി. അങ്ങനെ അവളുടെ ഹെൽപ്പോടുകൂടി OET പഠിച്ചു. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഒരു ഡേറ്റ് ഞാൻ എടുത്തു. അത് എനിക്ക് കിട്ടിയ ഡേറ്റ് ജൂൺ 21 അത് സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടു. ഈ ജൂൺ 21 എന്നുള്ള ഡേറ്റ് അല്ലെങ്കിൽ 21 എന്നുള്ള ഡേറ്റ് ഞാൻ കുറേ സാക്ഷ്യങ്ങളിൽ കേട്ട് അങ്ങനെയാണ് ഈ ഡേറ്റ് എടുത്തത്. എക്സാമിന് ഞാൻ പോയപ്പോൾ ഇവിടെ ഉപ്പിട്ടായിരുന്നു. അതുപോലെ
വെഞ്ചരിച്ച് തൈലവും തേച്ചുകൊണ്ടാണ് പോയത്. വെള്ളത്തിൽ ഞാൻ ഉപ്പും ഇരുന്നു. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ 3 മൊഡ്യൂളും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിങ് വന്നു, വളരെ ടഫായിരുന്നു, ഞാൻ കിട്ടില്ല എന്ന്. പക്ഷേ എക്സാം റിസൾട്ട് വന്നു. അത് ചൊവ്വാഴ്ചയായിരുന്നു. ഞാനത് നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു അവിടെ വെച്ച്. റിസൾട്ട് വന്നത് നൈറ്റ് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് അച്ഛൻ്റെ ധ്യാനം കേട്ടു. അത് കഴിഞ്ഞ് റിസൾട്ട് ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ എന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഈ സ്പീക്കിങ്ങിന് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കും ലഭിച്ചു. അത് കഴിഞ്ഞ് അടുത്ത് DL എന്ന് പറയുന്ന ഡിസിഷൻ ലെറ്റർ കിട്ടുക എന്നുള്ളതാണ്. വളരെ പ്രയാസമായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ സമയത്ത് ചെറുതായിട്ട് ഉടമ്പടി ഉഴുപ്പാനും തുടങ്ങി. അപ്പം DL കിട്ടുന്നില്ലായിരുന്നു. ഡിസംബറിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, വീണ്ടും ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. DL എനിക്ക് ഈ പേപ്പർ കൂടാതെ എനിക്ക് DL കിട്ടി, വിത്തൗട്ട് എനി ക്വയറി. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ. ആ സമയത്ത് ഇൻ്റർവ്യൂ അയർലൻഡിലോട്ടൊന്നും കിട്ടുന്നേ ഇല്ലായിരുന്നു. പക്ഷെ എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലായി. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഒരു ഇൻ്റർവ്യൂ എനിക്ക് മാസങ്ങളോളം കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ വരുന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കാരണം വന്ന് അതെല്ലാം ഉഴപ്പിപ്പോവായിരുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു റൂമിൽ, ഹസ്ബൻഡ് ഇല്ല കൂടെ, എല്ലാവരും ഒറ്റയ്ക്ക്. അങ്ങനെ എനിക്ക് ഒരുമാതിരി ഡിപ്രഷൻ സ്റ്റേജ്, ചുമ്മാ ഇരുന്ന് കരയുക, എല്ലാവരോടും ദേഷ്യപ്പെടുക, അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു. അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു റിസൈൻ ചെയ്യാം. മുന്നിൽ മാർഗ്ഗങ്ങളൊന്നുമില്ല. അയർലൻഡ് വേണോ കുവൈറ്റ് വേണോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അവിടുന്ന് എങ്ങനെയൊക്കെ ഇറങ്ങുക അത്രമാത്രമേ തീരുമാനിച്ചുള്ളൂ. അങ്ങനെ അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ച സമയത്ത് ദൈവകൃപയാൽ അമ്മമാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് എക്സാം വിസ എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി അറിയാൻ പറ്റി. ഇന്ത്യയിൽ നിന്ന് വെക്കുന്ന എക്സാം വിസ എല്ലാം റിജക്ഷനാണ്. അപ്പം ഞാൻ സൗദിയിൽ നിന്ന് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഹസ്ബൻഡ് ഈ സമയത്ത് ഇവിടെ വന്ന് 2 പ്രാവശ്യം ഉടമ്പടി ആകണ്ഠജപമാല റാലിയിൽ ഇവിടെ വന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 3 ദിവസത്തെ ലീവ് എടുത്ത്. അതുപോലെ സൗദിയിൽ കുവൈറ്റിലുള്ള ആകണ്ഠജപമാലയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബാബു ബ്രദറിൻ്റെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൺലൈനിലാണെങ്കിലും ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എക്സാം വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ എൻ്റെ കൺഫർമേഷൻ കൊടുക്കുന്നതിന് 4 ദിവസം കഴിഞ്ഞാണ് വിസ കിട്ടുന്നത്. അങ്ങനെ എനിക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. വിസ കിട്ടിയ സാഹചര്യത്തിൽ ഞാൻ ഒന്ന് തീരുമാനിച്ചു, ഞങ്ങൾ അയർലൻഡിലോട്ട് കയറിപ്പോവാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ സൗദിയിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ അയർലൻഡിൽ ചെന്നു. അവിടെ വെച്ച് എൻ്റെ DL ഞാൻ റിന്യൂ ചെയ്തു. എനിക്ക് ദൈവകൃപയാൽ എക്സാം ഡേറ്റ് ജനുവരിയിൽ, എൻ്റെ വിസ തീരുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒരു എക്സാം ഡേറ്റും കിട്ടി. എക്സാമിന് ഞാൻ പോയപ്പോൾ പല സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, എങ്കിലും മാതാവിനെ ശരിക്കും അനുഗ്രഹിച്ചു. ഞാൻ അവിടെ ചെന്ന് ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. 14 സ്റ്റേഷൻസാണ് ഉള്ളത് ഞങ്ങൾക്ക്. ആ 14 സ്റ്റേഷനിൽ ഞാൻ ഒപ്പിട്ടാണ് പ്രാർത്ഥിച്ചാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് എക്സാം പാസ്സാവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. മാതാവിന് ഇവിടെ വന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കിട്ടി. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഒരു 3-4 ദിവസത്തിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂവും കിട്ടി ഇവിടെ വന്നിട്ട്. അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂ പാസ്സായി. അതെൻ്റെ ബ്രദറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു നഴ്സിംഗ് ഹോമിലോട്ടാണ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടിയത്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഇവിടുന്ന് കുവൈറ്റിലോട്ട് തിരിച്ചു കയറിപ്പോയി. കുവൈറ്റിൽ ചെന്നപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അടുത്ത് ജോലിക്ക് കയറണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്ന് അത് കഴിഞ്ഞ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു വേണ്ട ഞാൻ തിരിച്ചു പോരുവാന്ന് പറഞ്ഞു. സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാതാവിൽ വിശ്വസിച്ചു. മാതാവ് എന്തായാലും എനിക്ക് ഇത്രയും തന്നില്ല, ഇനി മുന്നോട്ട് ഞങ്ങളെ നടത്തുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഇവിടെ വന്നു. എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു. വർക്ക് പെർമിറ്റ് കഴിഞ്ഞപ്പോൾ വിസയ്ക്ക് വെക്കാൻ വന്നപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ജോയിൻറ്റ് ഫാമിലി വിസ വെക്കാം, അതായത് എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. 30 ദിവസം എന്ന് പറയും. മാർച്ച് 27-ാം തീയതി ഞാൻ വെച്ച വിസയാണ്. 30 ദിവസം എന്നാണ് അവർ പറഞ്ഞത്. ആ വിസ എനിക്ക് ഏപ്രിൽ 7-ാം തീയതി ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നു, അവിടുന്ന് അവർ വിസ അയച്ചിട്ടുണ്ട്. അത് 2 പേർക്കും വിസ അയച്ചിട്ടുണ്ട്. ഏപ്രിൽ 6-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു എനിക്ക് ഗിഫ്റ്റൊന്നും തരുന്നില്ലേ. അത് ഏപ്രിൽ 7-ാം തീയതി എനിക്ക് മാതാവ് വിസ അയച്ചിട്ടുണ്ട്. അത് 2 പേർക്ക്. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് അപ്രൂവ്ഡ്. 2 പേർക്ക് ഇപ്പം ഞങ്ങൾ ഇനി ഈ 27-ാം തീയതി ഞങ്ങൾ 2 പേരും ഒന്നിച്ച് കയറി പോവാണ് അയർലൻഡിലോട്ട്. ഈ സമയം
ഒക്ടോബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോയ പലരുണ്ട്. അവർ ഒക്ടോബറിൽ വെച്ച് സ്പൗസ് വിസയ്ക്ക് വെച്ചിട്ടുള്ളവർക്ക് ഒക്ടോബറിൽ വെച്ചിട്ടുള്ളവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ സ്ഥാനത്താണ് മാതാവ് ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച്, അത് ജോലി തുടങ്ങുന്നതിന് മുന്നേ ഒന്നിച്ച് കയറ്റിവിട്ടത്. അമ്മ മാതാവിന് 1000 നന്ദി പറയുകയാണ്. അതുപോലെ എൻ്റെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടായിരുന്നു. ആ ചൊറിച്ചിലിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഡോക്ടറിനെയും കാണിച്ചിട്ടില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു. ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. എൻ്റെ ദേഹത്ത് മൊത്തം സ്ക്രാച്ച് മാർക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിപ്പോൾ ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ ചൊറിച്ചിലും മാതാവ് ദൈവകൃപയാ മാറിപ്പോയെന്ന്. ഇതുപോലെ 1000 അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല ഓർഫനേജുകളിലേക്കായിട്ടായിട്ടും പല ചിൽഡ്രൻസ് ഹോമിലേക്കായിട്ടായിട്ടും പൈസ കൊടുക്കാറുണ്ട്. ഒരു കുഞ്ഞിനെ ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. പിന്നെ സൗദിയിൽ വെച്ച സമയത്ത് നമുക്ക് അച്ഛൻ പറയുക, നമ്മളാൽ കഴിയുന്ന രീതിയിൽ എങ്ങനെ സഹായിക്കാമെന്ന് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, മാതാവ് എന്നെയും കൊണ്ട് ഇപ്പോൾ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവൾ പറഞ്ഞു, അവൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവളുടെ ഈ പൈസയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഞങ്ങളെയും കൊണ്ട് കഴിയുന്ന രീതിയിൽ അന്ന് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ അവളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പത്രപ്രവർത്തനമായിട്ട് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം, ഞങ്ങൾ പത്രം, ഇതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ, പള്ളിയിൽ, റോഡ് സൈഡിലൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങൾ മാതാവിനോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനവും ആണെങ്കിലും ഷെയർ ചെയ്യാറുണ്ട്. അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അമ്മേനെ മുറുകെ പിടിച്ച് അമ്മയുടെ സാക്ഷികൾ, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അഞ്ചു മേരി മാത്യു എന്ന ഈ മകൾ ജീവിത പങ്കാളിയോടൊപ്പം ഉടമ്പടി ജീവിതത്തിലൂടെ അയർലൻഡ് മൈഗ്രേഷനും ജീവിത പങ്കാളിയോടൊപ്പം ഒരുമിച്ച് അയർലൻഡിൽ പോകുന്നതിനുള്ള വഴികളും സമയച്ചുരുക്കത്തിൽ അമ്മ മാതാവ് തുറന്നു കൊടുത്തതിൻ്റെ സന്തോഷവും അനുഗ്രഹവുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ ആ മൈഗ്രേഷന് തുടങ്ങിയ നാളുകളിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ ഓരോ സമയത്തും പരിശുദ്ധമ്മയുടെ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ ലഭിച്ച സംരക്ഷണം, അത് കൈവിട്ടു പോകുന്നു, അകന്നു പോകുന്നു എന്ന് കരുതിയ നിമിഷങ്ങളിൽ കൂടിയും വീണ്ടും അമ്മ മാതാവ് തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് സുരക്ഷിതമായി അയർലൻഡിലേക്ക് എത്തിച്ചേരുവാൻ തക്കവിധം കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തത്. വിസ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ജോയിൻ്റ് വിസയ്ക്ക് വേണ്ടിയുള്ള സന്ദേശം കിട്ടുന്നത്, അത് ഒത്തിരി മാസങ്ങളും വർഷങ്ങളും കാത്തിരിക്കുന്നവർക്ക് പോലും നടക്കാത്തത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ മക്കൾക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോകുവാൻ വഴി തുറന്നത്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കൃപാസനത്തിൽ വരുമ്പോൾ ഒരുമിച്ച് താമസിക്കണം എന്ന ഒറ്റ നിയോഗം മക്കൾ സമർപ്പിക്കുമ്പോൾ ആ ഒറ്റ നിയോഗത്തിലേക്ക് പടിപടിയായിട്ടുള്ള അനുഗ്രഹത്തിലൂടെ ജീവിതം ഉയർത്തി ശുഭകരമാക്കിക്കൊണ്ട് അമ്മ മാതാവ് കുടുംബത്തെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഒരു നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ നിയോഗത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന അമ്മ മാതാവ് അത് ആ നിയോഗത്തെ തന്നെ എലവേറ്റ് ചെയ്യുന്നുണ്ട്, ഉയർത്തുന്നുണ്ട്, ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൂടുതൽ നമുക്ക് ജീവിതത്തിന് ശ്രേയസ്സും നന്മയും വരും വിധം നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം കൊടുക്കുമ്പോൾ അതിൻ്റെ മറ്റെല്ലാ മേഖലകളും അമ്മയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുക. അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ആ നിയോഗത്തെ പോളിഷ് ചെയ്യും, ആ നിയോഗത്തെ ഗൈഡ് ചെയ്യും. ആ നിയോഗം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയും ഈശോയുടെ കരം പിടിച്ച് നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് നാം സമർപ്പിക്കുന്ന നിയോഗത്തിന് അനുഗ്രഹമുണ്ട്, അത് ഐശ്വര്യമുള്ള അനുഗ്രഹമായിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷീന ജോസ്.
ഞാൻ ഇടുക്കി ജില്ലയിൽ കരിമ്പൻ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. കറൻ്റ്ലി ഞാൻ UK രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ സൗദിയിൽ നഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. അതിനുശേഷം 2-3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പിള്ളേർ വളർന്നു വരുന്നു. അങ്ങനെ വെളിയിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതുമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2021 ഫെബ്രുവരിയിലാണ്. അന്ന് കുടുംബസമേതം ഹസ്ബൻഡ്, 3 മക്കൾ, അനിയത്തി സിസ്റ്ററാണ്, പിന്നെ എൻ്റെ ചാച്ചൻ, അമ്മ, ഞങ്ങളെല്ലാവരും വന്നാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു എനിക്ക് വെളിയിൽ പോകണമെന്ന്. അത് പ്രകാരം എനിക്ക് UK പോകാനായിട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ UK പോയി. അവിടെ ചെന്ന് എനിക്ക് ആദ്യം നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാതാവിനോട് എനിക്ക് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ രൂപം ഭിത്തിയിൽ ഇങ്ങനെ കാണുക. ഒരു A4 സൈസ് പേപ്പറിൻ്റെ വലുപ്പത്തിൽ പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ രൂപം ഇങ്ങനെ കാണുക. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന അങ്ങ് സ്വർഗത്തോളം എത്തി. അങ്ങനെ എനിക്ക് 2 മിനിറ്റ് നേരം ഞാൻ അങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ തൊട്ട് മാതാവിൻ്റെ രൂപത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ രൂപം അപ്രത്യക്ഷമായി. പിന്നീട് എനിക്ക് മുന്നോട്ട് എൻ്റെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി, തടസ്സങ്ങളെല്ലാം മാറി നല്ലവണ്ണം ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്നും അങ്ങനെ ചെയ്തു പോകുന്നു. അവിടെ ചെന്ന് ഓക്സി എന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു. ഈ ഓസ്കി ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും കാശ് രൂപവും കൊണ്ടുപോയി അവിടെ എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. എക്സാം 27 എന്ന ഡേറ്റിലായിരുന്നു. ഞാൻ 1 മാസം മുമ്പേ എനിക്ക് 30 എന്ന് രാവിലെ ഒരു ദിവസം എണീറ്റപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായില്ല അത് എന്താ ഞാൻ അങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെ ഈ എക്സാം ഒരു 27-നായിരുന്നു. ഞങ്ങൾ 24 പേര് എഴുതിയ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് 2 പേരാണ് പാസ്സായത്. അതിലെനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ അമ്മ അനുഗ്രഹം തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത്, ഞാൻ അവിടെ നിന്ന് ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത്. അപ്പോൾ എല്ലാവരും പോയി. ഒരു 12 ദിവസം കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റിയത്. അപ്പം കുറച്ച് ഇലക്ട്രിസിറ്റിയുടെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് ഏകദേശം ഒരു 350 പൗണ്ടായിരുന്നു. അത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് അത്രയും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയല്ലേ ഇത്രയും ദിവസത്തെ. അപ്പോൾ എന്നോട് പറയുവാണ്, നീ ഒരു ഇമെയിൽ ചെയ്യുക അവർക്ക്. അങ്ങനെ ഞാൻ അത് പ്രകാരം ഒരു ഇമെയിൽ ചെയ്തു. അങ്ങനെ അവർ അതെനിക്ക് 0 ബില്ലായി തന്നു. അമ്മ തന്ന അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. പിന്നീട് ഞാൻ അവിടെ നിന്ന് മാറി എനിക്ക് അടുത്ത ഒരു അക്കോമഡേഷൻ കിട്ടി. അപ്പോൾ ഞാൻ എന്നും ആ വഴി പാസ് ചെയ്യുമ്പോൾ ഞാൻ എന്നും ഓർക്കുമായിരുന്നു, പരിശുദ്ധ അമ്മേനെ എനിക്ക് ഈ വീട്ടിൽ വെച്ച് കാണാൻ അനുഗ്രഹം കിട്ടിയല്ലോ എന്ന്. അതാണ്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് 2 വസ്തുക്കൾ വിൽക്കാതെ കിടപ്പുണ്ടായിരുന്നു. അതിന് ഇവിടെ വന്ന് വസ്തുവിൻ്റെ രേഖകളെല്ലാം വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ചെറിയ കാശ് രൂപം തന്നു വിട്ടു. അത് വസ്തുവിൽ കൊണ്ടുപോയി ഇടാനും അവിടെ ഉടമ്പടി വസ്തുവായ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 6 മാസത്തിനകം ആ വസ്തു 2ഉം വിറ്റുപോകുവാനും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് കുറേ ഷട്ടറുകൾ ഉണ്ടായിരുന്നു. അത് അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഷട്ടറുകളെല്ലാം വാടകയ്ക്ക് പോകുവാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി കിട്ടി. ഇതിന് 1000 നന്ദി പറയുന്നു. പിന്നീട് ഞാൻ US-ൻ്റെ ഒരു NCLEX-RN ഒരു എക്സാം എഴുതി. അത് 5-6 പ്രാവശ്യമൊക്കെ ഒരു എഴുതുമ്പോഴാണ് പാസ്സാകുന്നത്. അത് അമ്മയുടെ കാശുരൂപം കൊണ്ടുപോയി ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിൽ കുരിശു വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
5 മണിക്കൂറുള്ള ആ എക്സാം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുവാനായിട്ട് സാധിച്ചു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് ഇതൊക്കെയാണ് എനിക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ചാച്ചൻ കിഡ്നി പേഷ്യൻ്റായിരുന്നു, ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാനത് ഡയാലിസിസ് രോഗികൾ, ചാച്ചൻ മരിച്ചു 1 വർഷമായപ്പോൾ. അപ്പോൾ ഡയാലിസിസ് രോഗികൾക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ രോഗികളായവർക്കും എനിക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ അനാഥാലയത്തിൽ പോകാനും ശുശ്രൂഷ ചെയ്യുവാനും സഹായങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നുണ്ട്. പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ ചൊവ്വാഴ്ചത്തെയും ഉടമ്പടി ധ്യാനം കൂടാറുണ്ട്. അത് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ പരമാവധി സാക്ഷ്യങ്ങൾ കേൾക്കും. സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് ഫ്രണ്ട്സിനും അതുപോലെ എല്ലാവർക്കും. പിന്നെ ചെയ്യുന്നത് കുർബാനയിൽ പരമാവധി സംബന്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. കുമ്പസാരം നടത്താറുണ്ട്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യ ആരാധനയിൽ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു. ഇതെല്ലാം പരിശുദ്ധ അമ്മ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഇതിനെല്ലാം ഒരു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഉടമ്പടി ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 33-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ഷീന എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ അവർ ഏറ്റുപറഞ്ഞത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചതിനെക്കുറിച്ചാണ് മകളിവിടെ ഏറ്റുപറഞ്ഞത്. NX ക്ലാർ, അതുപോലെ തന്നെ ഉസ്കി, ഈ പരീക്ഷകളിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും പരിശുദ്ധ അമ്മ എത്രമാത്രം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ യോഗ്യത കൊണ്ടല്ല ഇതൊന്നും പാസ്സായതെന്ന്, പക്ഷേ അതെല്ലാം പരിശുദ്ധ അമ്മ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് 30 എന്ന ഡേറ്റ് കൊടുത്ത് കാണിച്ചുകൊണ്ടാണ് ഈ മകളെ പരീക്ഷയ്ക്ക് തന്നെ ഒരുക്കിയിരുന്നത്. 27-ാം തീയതി പരീക്ഷ എഴുതുമ്പോൾ 30 എന്ന ഡേറ്റ് വളരെ 1 മാസം മുൻപ് തന്നെ മകളെ കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം നിൻ്റെ പരീക്ഷ എഴുതുന്നത് നീയല്ല, ഞാനാണ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല നീ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി UK വർക്ക് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു അപ്രൂവലാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് 30 എന്ന ഡേറ്റിലൂടെ വെളിപ്പെടുത്തി കൊടുത്തത്. നമുക്കറിയാവുന്നതുപോലെ ഉടൻ പരിഹാരമായ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവർ ഒരിക്കലും നിരാശപ്പെട്ടു പോയിട്ടില്ല. എപ്പോഴെങ്കിലും നാം ദൈവത്തെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഉടമ്പടി ഇനി ചെയ്യുകയില്ല, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് എവിടെയെങ്കിലും ലാഗ് ചെയ്യേണ്ടി വരുമ്പോൾ, ഉടമ്പടിയുടെ ആ നിയോഗങ്ങൾ സാധിക്കാതെ വരുമ്പോഴെല്ലാം നമ്മൾ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ജോസഫ് അച്ഛൻ നമ്മെ അറിയിക്കാറുണ്ട്. നമ്മുടെ ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വലിയ ഓഫറാണ് നൽകാനിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷീനയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവരുടെ 2 സ്ഥലത്തിൻ്റെ വിൽപ്പനയായാലും അതുപോലെ തന്നെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചെയ്യുവാനും പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു ഉൾപ്രേരണയും ഗൈഡൻസും കൂടെ നടന്നുകൊണ്ട് അമ്മ അവരെ സമീപിത്താൽ അവരെ സഹായിക്കുകയായിരുന്നു. ഷീന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ചുമരിൽ പരിശുദ്ധ അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നു. ഒരല്പസമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് വളരെ വ്യക്തമായി കാണുവാനും, നിൻ്റെ സങ്കടങ്ങളിലെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈശോയെ അറിയിക്കുന്നുണ്ട്, നീ ഈശോയെ ഏറ്റുപറയുക മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമായി നാം അറിഞ്ഞിരിക്കേണ്ടത്. നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യുമെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. മോശയ്ക്ക് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഭയമുണ്ടായിരുന്നില്ല. ജോഷയോടും ദൈവം പറഞ്ഞത് തന്നെയാണ്, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നാളെ എന്ന് പഴയ നിയമത്തിൽ പറയുന്ന ദൈവം ഇന്ന് തന്നെ ഞാൻ നിനക്ക് വേണ്ടി, ഇന്ന് നിൻ്റെ കുടുംബത്തിനെ
രക്ഷ കൈവന്നിരിക്കുന്നെന്ന് സക്കേയൂസിനോട് പറയുന്നതായി നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ തകർച്ചകളെയും, ഒറ്റപ്പെടുത്തലുകളെയും, സങ്കടങ്ങളെയും, പ്രതിസന്ധികളെയും എല്ലാം ഈശോയ്ക്ക് തന്നെ നമുക്ക് നൽകാം. പരിശുദ്ധ അമ്മ ഈ ഉടമ്പടിയിലൂടെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കും. ഷീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും സാക്ഷിയാക്കിയതിന്, എൻ്റെ കുടുംബത്തെയും സാക്ഷിയാക്കിയതിന് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സുജ. ഞാൻ അടൂർ ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ഒരു 29/9/2023 ഞാനിവിടെ വന്ന്, ഒരു സുഹൃത്ത് പറഞ്ഞത് പ്രകാരം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിലൂടെ എൻ്റെ മകൾക്ക് ജോലിയില്ലാതെ കിടന്ന് അലയുകയായിരുന്നു ദുബായിൽ. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയി 3 ദിവസം ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ മകൾക്ക് ഞാൻ ആ ചോദിച്ച DHL എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെ ദുബായിൽ ഞാൻ ചോദിച്ച സാലറി തന്നെ എൻ്റെ അമ്മ എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയ ഒന്നാമതായി ആയി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെറുമകളാണിത്. ഏറ്റവും വലിയ സാക്ഷ്യം പറയുന്നത് എനിക്കതാണ്. എൻ്റെ ചെറുമകളെ എൻ്റെ അമ്മ മാതാവും യേശു അപ്പച്ചനും ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. കടലിൽ ഒരു ദിവസം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കൊല്ലം ബീച്ചിൽ പോയി. അവിടെ വെച്ച് ഈ കുഞ്ഞും ഇവളും വേറൊരാളും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ ഈ മകൾ അവിടെ ചെന്നപ്പോൾ മുതൽ കടലമ്മ കള്ളി എന്നും പറഞ്ഞ് എഴുതി വെച്ചുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പം തിര വരുന്ന ഒരു ഇതില്ലാതെ നിൽക്കുമ്പോഴാണ് അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, കയറ്, നിങ്ങൾ തിര വരാറായി, കയറാൻ പറഞ്ഞു. ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ തിരിച്ചു കയറുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തിര വരികയും ഇവരെ 3 പേരെയും ആ തിര അങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് ആ തിര തിരിച്ചു വരുന്നില്ല. ഒരു ദൂര സ്ഥലത്ത് പോയി അവിടെ അങ്ങ് നിൽക്കുക. വീണ്ടും വരുന്ന തിര 3 അവിടെ വരെ വന്നു. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ അമ്മയെ മാതാവേന്ന് മാത്രം വിളിച്ച്, എനിക്കറിയത്തില്ല എവിടുന്ന് എനിക്ക് ആ ധൈര്യം തന്നെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരും യേശുപ്പച്ചനെയും മാതാവിനെയും മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഇവളാണെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നെക്കാട്ടി കൂടുതലായിട്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെയുള്ളവരെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൺമണിയെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ മാതാവേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ ഇവളുടെ കഴുത്തേൽ ഞാനിവിടെ 1.25 വയസ്സുള്ളപ്പോൾ മുതൽ ഇവളെ കൊണ്ടുവരുന്ന അന്ന് മുതൽ ഇവളുടെ കഴുത്തെ മാറാതെ ഒരു കൊന്തയുണ്ടായിരുന്നു. പോകുമ്പം വേറെ മേടിച്ച് ഞാനിടും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കൊന്ത ഉണ്ടായിരുന്നു. ആ കൊന്ത എല്ലാ സാധനങ്ങളും അവിടെ ശരീരത്ത് കിടന്ന വാച്ച് എല്ലാ സാധനങ്ങളും പോയി. പക്ഷേങ്കിൽ ആ കൊന്ത മാത്രം പോയില്ല. കടലിൽ നിന്ന് രക്ഷിച്ച ആളും പറയുന്നത്, ഇവളെ തല കുത്തി അടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടില്ല. ഇവളാണ് കുറേ ദൂരം പോയതും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ തന്നെ പറയുന്നുണ്ട്, യേശു അപ്പച്ചൻ എൻ്റെ അമ്മമ്മയെ എനിക്ക് തിരിച്ചു കൊണ്ട് തരുമോയെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഓർത്ത് ഇനി എൻ്റെ അമ്മമ്മയ്ക്ക് തിരിച്ചു തരത്തില്ലെന്ന് ഓർത്തു എന്നൊക്കെ എൻ്റെ കുഞ്ഞ് പറഞ്ഞു അവിടെ നിന്ന്. അപ്പോഴും അവളെ യേശു അപ്പച്ചനെ ആയിരുന്നു കൂടുതൽ മുറുകെ പിടിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒന്നും അറിയത്തില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഞാൻ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞങ്ങ് ദൂരെ പോയി നിൽക്കുക. അപ്പോഴും ഞാൻ അലറി വിളിച്ച്, എൻ്റെ അമ്മ മാതാവേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അലറുമായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഈ മറ്റുള്ള കുട്ടികളെയും കൂടെ അവിടെ ഓരോരുത്തരായി എടുത്തുകൊണ്ട് വന്നു. ആദ്യം എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നപ്പം വെറും ശവം കരിനീലിച്ചാണ് കൊണ്ടുവരുന്നത്. എടുത്തവർ മണലിൽ കൊണ്ട് എറിയുമായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം, ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ പറയാമായിരുന്നു, എനിക്കെല്ലാം ചെറിയ സാക്ഷ്യങ്ങളാണ്, വലിയ സാക്ഷ്യമൊന്നും എനിക്ക് പറയാനില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന, എനിക്ക് ഈ അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ചോദിച്ച് എനിക്കിവിടെ സാക്ഷ്യം പറയണം. അതിനുവേണ്ടി അമ്മ മാതാവ് എനിക്ക് ഇങ്ങനൊരു ഇത് തന്നതായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ, ഞാൻ ഈ ചത്ത ശവത്തിനെയാണ് എനിക്ക് കൊണ്ട് തരുന്നത്. ഞാനപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവെന്ന് പറയുകയും എൻ്റെ കുഞ്ഞ് കണ്ണിങ്ങനെ ചിമ്പിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഈ കുഞ്ഞിന് ജീവനുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവളെ പെട്ടെന്ന് വയറ് ഞെക്കി വെള്ളമൊക്കെ കളഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുവന്നപ്പോഴും ഡോക്ടറൊക്കെ പറഞ്ഞു ഇവൾക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും ഇവൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അപ്പോഴും എൻ്റെ കൈ കാശുരൂപമുണ്ട്, അതിൽ
അതിൽ മുറുക്കെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ ഒന്നിനും ഒരു കുഴപ്പമില്ലാതെ ഞാൻ പറയുമായിരുന്നു, കടലിൽ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഇച്ചിരിയുടെ ബുദ്ധി കൂടിയതേ ഉള്ളൂ, ഒരു കുഴപ്പവും ഇല്ലെന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന അമ്മയെ ഞങ്ങളുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതാണെന്ന് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്കാണെങ്കിൽ വീടില്ല. 33 വർഷമായിട്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനിവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്തുകൊണ്ട് പോയി. രണ്ടാമത്തെ എൻ്റെ ഒരു കാര്യം അതായിരുന്നു, എനിക്കൊരു വീട് സ്വന്തമായിട്ട്, ചെറിയ വീടായാലും മതി, എനിക്കൊരു സ്വന്തം വീട്ടിൽ താമസിക്കണം. ആരുമില്ലാത്ത ഞങ്ങളെ അമ്മ മാതാവ് മാത്രമേ ഉള്ളൂ, എനിക്കത് തരണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതെനിക്ക് തന്നു. എൻ്റെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പായിട്ട് എനിക്കത് തന്നു. അതുപോലെ ഞാനാണെങ്കിൽ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുമ്പം എനിക്ക് എൻ്റെ കൈ 2 സൈഡിലും കമ്പി കിടക്കുന്ന ഒരാളാണ്. എനിക്ക് ഇത്തിരി ചോറൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൂടിപ്പോയ 12-13 ചോറിൽ കൂടുതൽ എനിക്ക് തൂക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വണ്ടി പഠിക്കണമെന്നൊന്നും എനിക്ക് ഒരാഗ്രഹം. അപ്പം എനിക്ക് തോന്നി, മാതാവേ എനിക്ക് ഇനിയും കൂടുതൽ ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരണം, ആൾക്കാർക്കൊക്കെ കൊടുക്കണം, എനിക്ക് വണ്ടി ഒന്ന് പഠിക്കാൻ എനിക്കൊരു മനസ്സ് തരണേ, എനിക്കതൊന്ന് പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പെട്ടെന്നാണ് എനിക്കൊരു ദിവസം അടുത്തുള്ള ഒരാൾ വണ്ടി പഠിക്കാൻ പോകുന്നു കേട്ടതും ഞാനും പോയിട്ട് എനിക്ക് ധൈര്യമില്ലായിരുന്നു ടെസ്റ്റ് അടിക്കാൻ. എനിക്ക് ടെസ്റ്റിന് പോകാൻ ധൈര്യമില്ലാതെ ലേണേഴ്സ് പുതുക്കാൻ സമയമാകുന്നിടം വരെ ഞാൻ നിന്നു. എന്നിട്ട് പോയിട്ട് അവിടെ ചെന്നപ്പോഴും ട്രയലൊക്കെ ചെയ്തപ്പോഴൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷേങ്കിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ പ്രാവശ്യം കൊണ്ട് എനിക്ക് ഇനി ലേണേഴ്സ് ഒന്നും പുതുക്കി വീണ്ടും എനിക്ക് ഇതിനൊന്നും വരാൻ അവസരം ഉണ്ടാക്കല്ലേ, എനിക്കിത് തരണേ, അമ്മയുടെ പൊതിച്ചോറും കൊണ്ട് എനിക്ക് എല്ലാവർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല എവിടുന്ന് എനിക്ക് ആ ധൈര്യം കിട്ടിയെന്നോ എങ്ങനെയാണ് ഞാൻ ലേണേഴ്സ് എടുത്തതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞാണ് ഞാൻ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പഠിച്ചതുപോലും ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പഠിക്കുന്നുള്ളതെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ അപ്പം തന്നെ പാസ്സായി, റോഡ് ടെസ്റ്റും പാസ്സായി. അതെല്ലാം എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തന്നെ. അതുപോലെ എനിക്കാണെങ്കിൽ കുറേ നാളായിട്ടൊരു ബ്ലഡ് പോകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ എൻ്റെ മനസ്സിൽ തോന്നി, അങ്ങനെ പോയപ്പോൾ ഇവിടുത്തെ ഉപ്പെടുത്ത് അത് പുരട്ടിയാൽ മതി മാറുമെന്ന്. അതുപോലെ എനിക്ക് മാറ്റി തന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ വൈകിട്ട് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുമ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോയിൽ ഒരു കൊന്ത ഇട്ടിട്ടുണ്ട്. അതിവിടെ കഴുത്തെ കിടന്ന കുരിശു പോയതായിരുന്നു. ഞങ്ങൾ നോക്കുമ്പം അതിൻ്റെ അറ്റത്ത് മെഴുകുകൊണ്ടൊരു മാതാവിൻ്റെ രൂപം ഉണ്ടായി, നീല കളറിലുണ്ടായി കിടന്നത്. എവിടെ വന്നെന്നോ എങ്ങനെ വന്നെന്നോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞാനപ്പോൾ നേരത്തെയൊക്കെ പറയാമായിരുന്നു, എല്ലാവരും മുല്ലപ്പൂമണം കേൾക്കുന്നു, അങ്ങനെ കേൾക്കുന്നു, എനിക്കിതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെയാണ് എനിക്കതും അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അതുപോലെ എൻ്റെ മനസ്സിൽ തോന്നും, ഇന്നാർക്ക് ഇന്നത് ഉപ്പ് കൊടുക്കണം, തൈലം കൊടുക്കണം എന്ന് തോന്നിയാൽ ഞാൻ അവർക്ക് കൊടുക്കും. പക്ഷെ അവർക്കൊക്കെ എന്ത് അസുഖമാണേലും, ഒരാൾക്കാണെങ്കിൽ ഷുഗർ വന്ന് കാല് പഴുപ്പ് ഒലിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം ഇതുപോലെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചല്ല അവരെക്കുറിച്ച്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവർക്ക് അതെല്ലാം തേച്ച് കഴുകി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പോന്നു. ഇപ്പം അവർക്ക് ആ വ്രണം എല്ലാം കരിഞ്ഞു, ഒരു കുഴപ്പമില്ല. അവരെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏത് പ്രാവശ്യം വന്നാലും ഞാൻ ആരെങ്കിലും ഒരാളെയെങ്കിലും ഇവിടെ കൊണ്ടുവരും ഉടമ്പടി എടുപ്പിക്കാനായി. അങ്ങനെ ഞാൻ എപ്പോഴും എല്ലായിടത്തും ഞാൻ എവിടെ നടന്നാലും ഏത് കാര്യത്തിനും എനിക്ക് മാതാവിൻ്റെ കാര്യം യേശുപ്പച്ചൻ്റെ കാര്യം പറയാനുള്ളൂ. ഞാൻ പണ്ട് ക്ഷേത്രത്തിൽ വരെ ജോലി ചെയ്ത വ്യക്തിയാണ്. പക്ഷേ എനിക്ക് അതിലെല്ലാം വിശ്വാസം, ഞാനും ഒന്നും വിചാരിക്കല്ലേ, അതിലെല്ലാം വിശ്വാസം. അന്ന് മുതലേ എനിക്ക് യേശുവിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം കാരണം എനിക്കതെല്ലാം മുടക്കേണ്ട വന്നു. പക്ഷേ ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് അതെല്ലാം എനിക്ക് അങ്ങനെ ആക്കി തന്നത് എനിക്ക് എൻ്റെ യേശുപ്പച്ചനെ മാതാവിനെയും വിളിക്കാൻ വേണ്ടിയാണ്, എനിക്ക് ഇവിടെ കൊണ്ട് എന്നെ എത്തിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഈ കുഴപ്പങ്ങളെല്ലാം വന്നത്. എനിക്കിപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ കാല് വെരിക്കോസ് വെയിന്, പിന്നെ ശരീരത്തിനൊക്കെ ഭയങ്കര കുഴപ്പങ്ങളുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ എന്തെല്ലാം ജോലി ചെയ്യുന്നു എനിക്ക് ഒരു കുഴപ്പവുമില്ല. എനിക്കൊരു ശരീരത്തിനൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ രണ്ടിനെ ഞങ്ങൾക്ക് കടലിൽ നിന്ന് രക്ഷിച്ച് ഞങ്ങളുടെ മാതാവ് തിരിച്ചു തന്നു. അതുപോലെ തന്നെ ഞാൻ അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി ഫുഡിനുള്ള പൈസ കൊടുക്കും. പിന്നെ
അവരുടെ തുണിയൊക്കെ കൊടുക്കും. എന്നെ കഴിയുന്ന പോലൊക്കെ ഞാൻ ചെയ്യും. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെയൊക്കെ പിറന്നാൾ വരുമ്പോഴായാലും ഞാൻ അവിടെ ഇപ്പം അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കാനും എല്ലാം അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നും ഈ മാതാവിനെ യേശുവപ്പത്തിനെ അറിഞ്ഞ് ജീവിക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമുള്ള എനിക്ക് ജീവിതത്തിൽ. ആരുമില്ലെങ്കിലും എൻ്റെ അമ്മ മാതാവും യേശുവപ്പച്ചനും എനിക്കുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് എൻ്റെ ജീവിതം. അങ്ങനെ എനിക്ക് അമ്മ മാതാവ് യേശുവപ്പച്ചനും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തെളിയിച്ച് തന്നതാണ് എൻ്റെ വിശ്വാസം. ഇത് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കേട്ടത്. ഞാൻ എന്നിട്ട് പറയുമായിരുന്നു, അങ്ങനെ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും മാതാവിനെ വിളിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അപ്പം മാതാവിനല്ലേ അതിൻ്റെ നാണം കേട്, ഞാനും കൂടെ ആ കടലിൽ പോത്തേ ഉള്ളൂ, അപ്പം ഞങ്ങൾ അതോടെ തീർന്നു പോവല്ലോ എന്നെല്ലാം ഞാൻ വിചാരിക്കുമായിരുന്നു. ഇവളുടെ അച്ഛനും അമ്മയും നാട്ടിലില്ല, ദുബൈയിലാണ്. അതുകൊണ്ട് അവർ വന്നിട്ടില്ല. അവർ ഓണത്തിനേ വരത്തുള്ളൂ. ഞാൻ ഇവളെ വളർത്തുന്ന എൻ്റെ കൂടെ അവൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ പ്രാർത്ഥനകൾ കേൾക്കും. അത് ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ബൈബിള് ചില ദിവസങ്ങളൊന്നും വായിക്കത്തില്ല, വല്ലപ്പോഴും ഒക്കെ വായിക്കത്തുള്ളൂ. പിന്നെ അല്ല, പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പിന്നെ എപ്പോഴും ഞങ്ങൾ ഈ മകളാണെങ്കിൽ ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇത്രയും ദിവസം പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്കാണെങ്കിൽ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ വരെ എനിക്കൊരു മുറിയിൽ ആരുണ്ടെന്ന് പറഞ്ഞാലും ഒരു മുറിയിൽ കുറ്റിയിട്ടിരിക്കുന്ന പേടിയാണ്, ഭയങ്കര പേടി. അങ്ങനെ ആയിരുന്നു. അപ്പം എൻ്റെ മോളൊക്കെ പറയുമായിരുന്നു, ദുബായിക്കൊന്ന് കൊണ്ടുപോകണേ, പ്ലെയിനിൽ എങ്ങനെ കയറും എന്നൊക്കെ പറഞ്ഞ് എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ആ ഭയം എല്ലാം പോയി. ഞാൻ ഈ ഇടയ്ക്ക് മലേഷ്യയ്ക്ക് പോകാനായിട്ട് പ്ലെയിനിൽ കയറി. ഞാനത് എങ്ങനെയാണ് ഇരുന്നതെന്ന് പോലെ എങ്ങനെ പോയെന്ന് പോലെ എനിക്കറിഞ്ഞില്ല. അത്ര ഒരു പേടിയില്ലാതെ എനിക്ക് പോകാൻ പറ്റി. അങ്ങനെ എല്ലാ കാര്യത്തിനും ഞാൻ ചോദിക്കുന്നതൊക്കെ എൻ്റെ മാതാവും യേശുവപ്പച്ചനും എനിക്ക് തരുന്നുണ്ട്. പൂർണ്ണമായിട്ട് എനിക്കറിയാം. വിശ്വസിച്ച് നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളാണ് നമ്മുടെ അമ്മ മാതാവും യേശുവപ്പച്ചനും. അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങളെപ്പോഴും പറയും, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് ഞങ്ങൾ ഏത് നടപ്പിലും ഇരിപ്പിലും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പലരും എൻ്റെ കുഞ്ഞിനോടാണ് വിളിച്ച് പറയുന്നത്, ഞങ്ങൾക്ക് ഇന്ന അസുഖമാണ് മോനെ, കൺമണി ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ ഈ സാക്ഷ്യം പറയാൻ ഞാൻ ഇച്ചിരി താമസിച്ചു. അതാണ് ഞാൻ പെട്ടെന്ന് വന്ന് എനിക്ക് തന്നെ ബോധ്യമായി അത്. അപ്പം ഇന്നലെ അത്രയും ദിവസം ഇവൾ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. കഴുത്തേ കിടന്ന കൊന്തയുടെ മാതാവിനെ എല്ലാം എടുത്തു കളഞ്ഞു. അങ്ങനെ ആയിരുന്നു, പ്രാർത്ഥിക്കാനിരിക്കത്തില്ല, ഒന്നുമില്ല. പക്ഷേ ഇന്നലെ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ വരുന്നു എന്നായപ്പം ഇന്നലെ എനിക്കറിയത്തില്ല എവിടുന്ന ഇത്രമേ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇന്നലെ അതെനിക്ക് കണ്ണ് നിറഞ്ഞു അവിടെ പ്രാർത്ഥന കേട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞ് എല്ലാം മാറ്റിവെച്ച് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. എല്ലാത്തിനും എൻ്റെ അമ്മ മാതാവിനും യേശുവപ്പച്ചനും 1000 കോടി നന്ദി അർപ്പിക്കുന്നു. ഇനി മുന്നോട്ടും ഇതുപോലെ യേശുവപ്പച്ചനെ മാതാവിനെ അറിഞ്ഞ് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ ആ വിധത്തിലേ ഞാൻ ജീവിക്കത്തുള്ളൂ. എനിക്കതാണ് ആഗ്രഹം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വചനമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവം സമീപസ്ഥനായ ഒരു ദൈവമാണ്. പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. നമ്മുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനം പറയുന്നത്, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. ദൈവത്തെ വിളിക്കാനും വിശ്വാസത്തിൽ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ലൊരു വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാനുമാണ് ഉടമ്പടി നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. നമ്മുടെ കഷ്ടതയിൽ ദൈവത്തെ വിളിക്കുവാനും വിശ്വാസത്തോടെ ഉടമ്പടി പാലിക്കുവാനും രോഗത്തിലായാലും പ്രശ്നങ്ങളായാലും പ്രതിസന്ധികളായാലും ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും ഏറ്റെടുക്കുന്നത്. സുജാ സനൻ്റെ സാക്ഷ്യത്തിൽ നമുക്കതാണ് മനസ്സിലാകുന്നത്. വേറെ ഏത് ശ്രേഷ്ഠ ജനമാണുള്ളത് എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവത്തെയാണ് ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ തന്നെയാണ് ദൈവത്തിൻ്റെ ജനം, തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്നുള്ള ഓരോ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. സുജാ സനൻ്റെ സാക്ഷ്യത്തിലും ഈ കൊച്ചുമകൾ കടലിൽ പോയപ്പോൾ ജീവിതം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന സമയത്ത് മാതാവെ കാത്തുരക്ഷിക്കണമേ, രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ
എല്ലാം പോയി എന്ന് കരുതി എടുത്തെറിഞ്ഞ ഒരു ശരീരമാണ് ഈ മകളുടേത്. നീല നിറത്തിലുള്ള ഒരു ശരീരം മണലിലേക്ക് എടുത്തെറിഞ്ഞപ്പോൾ എല്ലാവരുടെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെങ്കിൽ അവിടെയും ഈ സുജ എന്ന സഹോദരി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ മകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് മാത്രയിൽ തന്നെ ഈ മകൾ കണ്ണ് ചലിപ്പിച്ചു. പിന്നീടാണ് ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്രതീക്ഷയായി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചത്. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലുണ്ടായിരുന്നു അവിടെ, സംരക്ഷണവും. ഇതാണ് പറയുന്നത്, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മറ്റെല്ലാ ജനതകളെക്കാളും ശ്രേഷ്ഠമായ ഒരു ജനതയാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന ആ മക്കൾ. നമ്മുടെ ഓരോ കാര്യത്തിലും ഈശോയും അമ്മ ഇടപെടുന്നതായിട്ടാണ് ഈ ഓരോ സാക്ഷ്യങ്ങളും ഓരോ ജീവിതങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെയാണ് ഈ മകൾ രക്ഷപ്പെട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഭവനം എന്ന ഒരു കാര്യം 33 വർഷത്തോളവും ഈ സഹോദരി സ്വപ്നം മാത്രമായിരുന്നു. കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് 33 വർഷം വെറും 3 മാസം കൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെടുകയും ഈ സഹോദരിക്ക് നല്ലൊരു ഭവനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് നമ്മൾ ഓരോ കാര്യങ്ങളും ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ ഏറ്റെടുക്കുകയാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാകുന്നു എന്ന് പറയുന്നത് ഇതുപോലെയാണ്. 33 വർഷം വരെ 3 മാസം കൊണ്ട് ഓരോ മാസത്തെ ആദ്യത്തെ ഉടമ്പടി 90 ദിവസമാണ്. ആ 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ 33 വർഷം പറ്റാത്ത കാര്യമാണ് പരിശുദ്ധമ്മ ഈശോയും ഇടപെട്ട് ഒരു നല്ല ഭവനം നൽകി അനുഗ്രഹിച്ചത്. അത് ദൈവത്തിൻ്റെ ഒരു കൃപയായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുണ്ടായിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് മകൾ പറഞ്ഞതുപോലെ കൈ കൊണ്ട് ചുമന്നുകൊണ്ട് പോകാനുള്ള പറ്റില്ലായിരുന്നു. അതുകൊണ്ട് വണ്ടി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സഹായിക്കാൻ കാരുണ്യ പ്രവൃത്തികൾ നല്ല രീതിയിൽ ചെയ്യാമെന്ന ആഗ്രഹത്തോടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. പക്ഷേങ്കിൽ ഒരു രീതിയിലും ടെസ്റ്റ് പാസ്സാകുമെന്ന് കരുതിയില്ല. പക്ഷേ ഇവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാലെ അമ്മയുടെ ആ സാന്നിധ്യത്തിലൂടെ ഈ മകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുകയും രോഗസൗഖ്യം ലഭിക്കുകയും വെരിക്കോസിൻ്റെ അസുഖങ്ങളും മറ്റസുഖങ്ങളെല്ലാം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യം ലഭിച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. അതുപോലെ തന്നെ ആ മകൾക്ക് കിട്ടിയ ജോലി അത് ആദ്യമായിട്ട് ഉടമ്പടിയിൽ സാക്ഷ്യം വെച്ചിരുന്നു. ഈ കൊച്ചുമോളുടെ അമ്മയാണ്. അവർ ദുബായിൽ ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു. അവരവരുടേതായ സാക്ഷ്യം പറയുന്നതായിരിക്കും. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകേണ്ടതും ദൈവമായ കർത്താവാണ്. സങ്കീർത്തനം 68:20 വചനം. നമ്മുടെ എല്ലാ കാര്യത്തിലും രക്ഷകനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. മരണത്തിൻ്റെ നിഴലിലെത്തിയാലും ദൈവമുണ്ട് നമ്മെ സംരക്ഷിക്കാനും നമ്മെ കരപിടിച്ച് മുന്നോട്ട് നയിക്കുവാനായിട്ട്. ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. നമ്മളെ ഒരു ശ്രേഷ്ഠ ജനതയാക്കിയ ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യവും ഈശോ ഏറ്റെടുക്കും. കാരണം പരിശുദ്ധ അമ്മയാണ്. കാനായിൽ വെച്ച് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മൾക്ക് വീടില്ല, ഭവനമില്ല, കുഞ്ഞുങ്ങളില്ല, ജോലിയില്ല, നമ്മുടെ എല്ലാ ഇല്ലായ്മകളും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മയാണ് ഈശോയിലേക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മധ്യസ്ഥം വഹിക്കുന്നത്. ആ അമ്മയോട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ണീരോടെ നമുക്ക് സമർപ്പിക്കാം. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സ്നേഹത്തോടെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സുജ സന്നനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഇവിടെ ഈ സന്നിധിയിൽ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും സന്നിധിയിൽ വന്ന് നിൽക്കാൻ ധൈര്യം തന്നതിന് ഞാൻ അമ്മയോടേക്കും 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് ഡിംപിൾ ഡേവിസ്. ഇത് എൻ്റെ ഹസ്ബൻഡ് സോണി ജോസ്, എൻ്റെ 3.5 വയസ്സുള്ള മകൻ ലൂയി. ഞാൻ ഉടമ്പടി എടുത്തത് 2025 ജൂൺ 26-നാണ്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്ഥിര ജോലി ലഭിച്ചതിൻ്റെ അനുഗ്രഹത്തിനാണ്. ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗത്തിൽ വെച്ചിരുന്നു ഹസ്ബൻഡിന് ഒരു സ്ഥിര ജോലി. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് UK-യിലാണ്, സ്റ്റാഫ് നേഴ്സായിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം പോയി, എനിക്ക് അവിടെ ജോലി ഇവിടെ നിന്നായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഹസ്ബൻഡ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വന്നു. ആദ്യം ഒരു ജോലി ലഭിച്ചു, ഒരു ലോസ് പ്രിവെൻഷൻ വിഭാഗത്തിലാണ്. പിന്നെ അത് സ്ഥിരമല്ലാത്ത ജോലിയായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യം വിഷമമൊന്നും തോന്നിയില്ല. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകനെയും അവിടേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു.
അപ്പോൾ ഞങ്ങൾക്ക് ഹസ്ബൻഡിന് പഴയ ജോലി പറ്റാതായി. കാരണം അത് 5 ദിവസം പോകണമായിരുന്നു. കുഞ്ഞ് വന്നപ്പോൾ ആരെങ്കിലും ഒരാൾ കുഞ്ഞിനെ നോക്കാൻ വീട്ടിൽ ഇരിക്കണമായിരുന്നു. അപ്പോൾ 3 ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഹസ്ബൻഡ് വേറെ ജോലികൾക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തു. മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന് അവിടുത്തെ തന്നെ ഒരു ഹോസ്പിറ്റൽ, NHS ഹോസ്പിറ്റലിൽ HCAക്കുള്ളൊരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ആദ്യം ഹസ്ബൻഡ് ഹാപ്പി ആയിരുന്നു പോകാനായിട്ട്. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കാശ് രൂപമൊക്കെ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. ഇൻ്റർവ്യൂ പാസ്സായി, റിട്ടൺ എക്സാമും പാസ്സായി. മാതാവിൻ്റെ കാരുണ്യം, ഈശോയുടെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച പോകാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ആ ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ഹസ്ബൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, എനിക്കിനി ജോലി പറ്റത്തില്ല, ഞാൻ പോകത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. കാരണം കുഞ്ഞിനെയും കൊണ്ടുവരാൻ പോകുന്നു. 2 പേർക്കും ഫ്ലെക്സിബിൾ ഷിഫ്റ്റാണ് പറ്റത്തുള്ളൂ. 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം ഒരാൾ പോകണം, ബാക്കി 3 ദിവസം ഹസ്ബൻഡും ജോലിക്ക് പോകണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നോക്കി. പക്ഷേ ഹസ്ബൻഡിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഹസ്ബൻഡ് അവിടുത്തെ വാർഡിലെ മാനേജറൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഹസ്ബൻഡിന് ഒട്ടും ആ ജോലി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് നിർബന്ധമൊന്നും പറഞ്ഞില്ല. കാരണം നമുക്കത് അങ്ങനെ ഇന്ന ജോലി ചെയ്യണം നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡിനോട് പുറമെ ഞാൻ ചിരിച്ചൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് ഉള്ളിൽ വളരെ വിഷമമുണ്ടായിരുന്നു. പുറത്ത് വന്ന മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് ഏത് ജോലിയാണെങ്കിലും ഒരു സ്ഥിരമുള്ളൊരു ജോലി കൊടുക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൈൻ വെച്ചു ഹസ്ബൻഡ്. 3 മാസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഇവിടെ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് അവനെ തിരിച്ചു കൊണ്ടുപോകാമെന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന കൃപാസനത്തിൽ വന്ന് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ജോലിയുടെ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ NHS തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കയറണം എന്നൊന്നും പ്രാർത്ഥിച്ചില്ല. ഏതെങ്കിലും ഒരു ജോലി നൽകണമെന്നുള്ള രീതിയിലാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് UK ഇവനെ കൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് പറഞ്ഞു, ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ ജോലിക്ക് തന്നെ തിരിച്ചു കയറുവാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. കാരണം അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഹസ്ബൻഡിൻ്റെ മനസ്സ് മാറിയതും അത് ജോലി അക്സെപ്റ്റ് ചെയ്യാനും സാധിച്ചതെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും എന്നും മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് ആണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇപ്പോൾ സന്തോഷമായിട്ട് ഹസ്ബൻഡ് ആ ജോലി ചെയ്തു പോകുന്നു. അതാണ് എനിക്ക് ഒന്നാമത്തെ സാക്ഷ്യമായി പറയാനുള്ളത്. രണ്ടാമത് എനിക്ക് എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അവനെ ഞങ്ങൾ UK കൊണ്ടുവന്ന് അവന് 3 വയസ്സായപ്പോൾ പ്രീ സ്കൂളിൽ ചേർത്തു. പ്രീ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ അവന് ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, ഭയങ്കര വാശിയും കരച്ചിലും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ആദ്യം സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. അവൻ പർപ്പസ്ഫുള്ളി കരഞ്ഞ് വൊമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ആദ്യം വൊമിറ്റ് ചെയ്തപ്പോൾ അവർ തിരിച്ചു വിട്ടു. കാരണം കൊച്ച് വൊമിറ്റ് ചെയ്തു, ഇനി ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഒരു അടവായിട്ട് അവൻ 2-3 ദിവസം അങ്ങനെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ പറഞ്ഞു, സാരമില്ല, വൊമിറ്റ് ചെയ്താലും ഞങ്ങളിവിടെ നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പോവാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആൾ ഹാപ്പി ആയിട്ട് പോയിരുന്നെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര കംപ്ലൈൻറ്റ്. കാരണം മറ്റുള്ള പിള്ളേരെ പിച്ചാനും മാന്താനും പിന്നെ പെൺകുട്ടികളുടെ മുടി പിടിച്ച് വലിക്കൽ, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് വന്നു. അവസാനം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവനെ നോക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വരെ വന്നു. എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പൊക്കെ കൊടുത്ത് കുരിശ് വരച്ചിട്ടാണ് ഇവനെ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് നഴ്സറിയിൽ വിടുന്നത്. അപ്പോൾ മാതാവിനോട് ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥന, ദൈവമേ ഇവൻ്റെ സ്വഭാവം ഒന്ന് മാറണമേ, ഇങ്ങനെ പോയാൽ അവർ കൊച്ചിനെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ആഴ്ചയിൽ 3-4 ദിവസം അവർ പോകുന്നുള്ളൂ, 2-3 മണിക്കൂർ. അതിനകത്ത് തന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ അവർ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുവിടുമ്പോൾ അവിടെ കാറിൽ വെയിറ്റ് ചെയ്യും, ഇവനെ തിരിച്ച് വിളിക്കുന്നു നോക്കി. അപ്പോൾ മിക്ക ദിവസം അങ്ങനെ തന്നെയാണ്. എനിക്ക് ഡ്യൂട്ടിക്ക് പോലും മര്യാദയ്ക്ക് സമാധാനമില്ല. അവരെപ്പോൾ വിളിക്കും, ഞാൻ വിളിച്ചു ചോദിക്കും ഹസ്ബൻഡിനെ, അവർ വിളിച്ചോ. അങ്ങനെ എല്ലാ ദിവസവും ഇത് തന്നെയായി. എനിക്കൊരു സ്വസ്ഥതയില്ലാണ്ടായി. അങ്ങനെ
മാതാവ് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് എനിക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ പറയുന്നുണ്ട്, ഈ സാക്ഷ്യം പറയൂ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു, ഇത് ഒരു കുഞ്ഞുങ്ങളുടെ ഈ പ്രശ്നം എല്ലാ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളതല്ലേ, ഇത് തന്നെ മാറിക്കോളും എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ്. പക്ഷേ ഒരു നിവൃത്തി ഇല്ലാണ്ടായി. അവർ പറഞ്ഞു വേറെ സ്കൂൾ നോക്കിക്കോളൂ, പ്രീ സ്കൂൾ നോക്കിക്കൊള്ളാനുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, ഇവനെ നമുക്കെന്നാൽ നാട്ടിലാക്കാം, സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഏതെങ്കിലും നഴ്സറിയിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അതെനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഇവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ എന്നാലും മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് അമ്മയുടെ ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ, പക്ഷെ അവനെ പിരിഞ്ഞിരിക്കാനുള്ള ഒരു ശക്തി എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നിട്ടും ഒരു മാറ്റമില്ല. അവസാനം ഞങ്ങൾ വേറെ സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷേ അവിടെ നിന്നൊന്നും ഒരു വെളി വന്നില്ല. അവസാനം ഞാൻ മാതാവിനോട്, മാതാവേ ഞാൻ ഇവൻ്റെ എന്ന് ഇത് മാറുന്നു അന്ന് ഏറ്റവും ആദ്യം കിട്ടുന്ന ലീവിന് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ആ സാക്ഷ്യം എന്ന് ഞാൻ പറയാമെന്ന് നേർന്നോ അന്ന് മുതൽ ഒരു 2 ദിവസം മാത്രമേ പിന്നെ ഇവനെ അവർ ജസ്റ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 5-6 മാസം 6-8 മാസമായി ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് പോലും അവനെക്കുറിച്ച് വന്നിട്ടില്ല. പിന്നെ അവരൊരിക്കലും തിരിച്ച് വിളിച്ചിട്ടില്ല കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ്. എല്ലാ ദിവസവും അവർ പറയും ഇന്ന് ഗുഡ് ഡേ ആയിരുന്നു, അവൻ നല്ല കുട്ടിയായിരുന്നു, മറ്റുള്ള പിള്ളേരൊന്നും ചെയ്തില്ല. വീട്ടിൽ ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് ഇന്ന് വരെ അവനൊരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പോൾ അവനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ നടന്നാണ് 1/2 മണിക്കൂർ നടന്നാട്ട് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ നടക്കുന്ന സമയത്തൊക്കെ അവനെ പ്രത്യേകം സമർപ്പിച്ച് ഞാൻ കൊന്ത ചൊല്ലിയിട്ടാണ് വരുന്നത്. അവിടുത്തെ ടീച്ചേഴ്സിനെയും കുട്ടികളെയും മറ്റു കുട്ടികളെയൊക്കെ സമർപ്പിച്ച് കൊന്ത ചൊല്ലിയിട്ടാണ് ഇന്ന് ഞാൻ നടന്നു വരുന്നത്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായത് ഒരു ചെറിയ കാര്യം പോലും നമ്മളെ കൊണ്ടാവില്ല, അത് മാതാവിൻ്റെയും ഈശോയുടെയും കാരുണ്യ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നടക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവരെന്നെ പറഞ്ഞു അത് അവൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ചാണ്, പ്രായം കഴിഞ്ഞപ്പോൾ മാറിയതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. മാതാവ് മാറ്റി തന്നാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എനിക്ക് ഇവനുണ്ടായ സാക്ഷ്യം. പിന്നെ എൻ്റെ ജോലി മേഖലയിൽ എനിക്ക് ഒരുപാട് എന്ന് വെച്ചാൽ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ടായിട്ടുള്ള ഒരു നേഴ്സൊന്നുമല്ല. അപ്പോൾ ജോലി മേഖലയിൽ അവിടെ ഞാനൊരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആംബുലൻസ് വിളിച്ച് അക്യൂട്ട് ഹോസ്പിറ്റലിലേക്ക് ആക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവിൽ നിന്നുണ്ടായി. അതിനൊരു അനുഭവം ഞാനിവിടെ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു ദിവസം നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 സ്റ്റാഫ്മാരാണ് അവിടെ നൈറ്റിലുണ്ടാവുക. ഒരു സീനിയർ സ്റ്റാഫും പിന്നെ ഞാനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കവിടെ വാർഡിൽ ഒരുപാട് പേഷ്യൻസ്, ഡെമൻഷ്യ ഉള്ള പേഷ്യൻ്റ് ഉണ്ട്, കപ്പാസിറ്റി ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ മെഡിസിൻ കൊടുക്കാനായിട്ട് ഞാനൊരു റൂമിലേക്ക് കയറിയപ്പോൾ ഒരു പേഷ്യൻ്റ് ഓൾറെഡി ലാക്ക് കപ്പാസിറ്റിയാണ്, ഡെമൻഷ്യ ഉള്ള പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് ജസ്റ്റ് പറഞ്ഞു എനിക്ക് ചെസ്റ്റ് പെയിൻ പോലെ തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ബ്രീത്തിങ് നോക്കിയപ്പോൾ എനിക്ക് അത്ര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. പക്ഷേ വൈറ്റൽസൊക്കെ നോക്കിയപ്പോൾ പേഷ്യൻ്റ് ഓക്കെയാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഡിറ്റീരിയേഷൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പേഷ്യൻ്റ് പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പേഷ്യൻ്റ് കുഴപ്പമൊന്നുമില്ല, ഓക്കെ, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെയും ഞാൻ എന്നിട്ട് എൻ്റെ സീനിയറിനെ വിളിച്ച് ജസ്റ്റ് കാണിച്ചു. പേഷ്യൻ്റ് ഇങ്ങനെ ജസ്റ്റ് പറയുന്നുണ്ട്, പക്ഷേ പേഷ്യൻ്റ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, വൈറ്റൽസ് എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ സീനിയർ സ്റ്റാഫ് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, പേഷ്യൻ്റിന് ഒരു കുഴപ്പമില്ല, നീ മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2ാമത്തെ റൂമിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ്, നീ ആ പേഷ്യൻറ്റിനെ പോയി നോക്കുന്നുള്ള രീതിയിൽ മാതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ 2ാമതും ചെന്ന് നോക്കിയപ്പോൾ പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, 2ാമതും വൈറ്റൽസ് എടുത്ത് എല്ലാം ഓക്കെയാണ്. എന്നിട്ട് പിന്നെ എൻ്റെ മനസ്സിൽ പറയുകയാണ് നീ വിളിക്കുക ആംബുലൻസ് വിളിക്കുന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാണ്ട് ആംബുലൻസ് നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംബുലൻസ് ടീം പ്രത്യേകിച്ച് വന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കെതിരെ ഇൻസിഡൻറ്റ് വിടും. അപ്പോൾ ആ സ്റ്റാഫിനെതിരെ കംപ്ലയിൻറ്റ് പോവും. അപ്പോൾ ഞാൻ സീനിയർ സ്റ്റാഫിനെ പിന്നെയും വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ എന്താണെങ്കിലും പേഷ്യൻറ്റിനെ വിടുകയാണ്, ആംബുലൻസ് വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റാഫിനോട് പറഞ്ഞു എനിക്കിതിൽ പ്രത്യേകിച്ച് ഇതൊന്നും ഞാൻ പറയാനില്ല, നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ പേഷ്യൻറ്റിന് ആംബുലൻസ് വിളിച്ചു. അവർക്ക് ആംബുലൻസ് വന്നിട്ടും പേഷ്യൻറ്റ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പേഷ്യൻ്റ് ഇങ്ങനെ പെയിനാണെന്ന് പറഞ്ഞ കാരണം അവർ കൊണ്ടുപോയി. പിറ്റേ ദിവസം ഹാൻഡ് ഓവർ കൊടുക്കുന്ന സമയത്ത്, മോർണിംഗിൽ ഹാൻഡ് ഓവർ കൊടുക്കുന്ന സമയത്ത് സീനിയർ സ്റ്റാഫ് എന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കി. പേഷ്യൻറ്റ് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ മാത്രം ഇഷ്ടം കൊണ്ടാണ് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്തത്, പേഷ്യൻ്റ് ഇന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ശരിക്കും ഉള്ളിൽ ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നെങ്കിലും ഉള്ളിൽ എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ പിന്നെ ഞാൻ ആ കാര്യം വിട്ടു, മറന്നുപോയി ആ കാര്യം.
അങ്ങനെ ഞാൻ വിചാരിച്ചു പേഷ്യൻ്റ് ഇന്ന് തന്നെ തിരിച്ചു വരും, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി എനിക്കതിൽ വല്ല ഇൻസിഡൻറ്റും വിടുമോ എന്നൊക്കെ വിചാരിച്ച് ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ പേഷ്യൻ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു അത് പേഷ്യൻ്റ് ഒബ്സർവേഷന് വേണ്ടി അവിടെ കിടത്തിയേക്കുവാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞിട്ട് ആ കാര്യമൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മാനേജറിൽ നിന്ന് ഒരു മെയിൽ വന്നേക്കാണ്, ഒരു അപ്രീസിയേഷൻ മെയിൽ. മാനേജർക്ക് ചീഫ് നേഴ്സ് ഫോർവേഡ് ചെയ്തേക്കുന്ന ഒരു മെയിൽ. ആരാണോ പേഷ്യൻറ്റിനെ അക്യൂട്ട് ട്രാൻസ്ഫർ ചെയ്തത് ആ സ്റ്റാഫ് ഗുഡ് വർക്കാണ് ചെയ്തത്, ഗുഡ് ഒബ്സർവേഷനാണ്. കാരണം ക്ലിനിക്കലി പേഷ്യൻറ്റിന് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നിട്ടും ആ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ പേഷ്യൻറ്റിന് പൾമോണറി എംബോളിസം ഡയഗ്നോസ് ചെയ്തു ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ആയപ്പോൾ. അപ്പോൾ എനിക്ക് ഒരു അപ്രീസിയേഷൻ മെയിൽ, മാനേജർ ഗുഡ് വർക്ക് കീപ്പ് ഇറ്റ് അപ്പ് എന്നുള്ള രീതിയിൽ മെയിൽ ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ച് മെയിൽ ചെയ്തു, മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ടാണ് ആ പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തത്, അല്ലാണ്ട് എൻ്റെ കഴിവല്ല. കാരണം ഞാൻ മാതാവിനെ ഉന്തിത്തള്ളി ചെയ്യിപ്പിച്ചതാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണത്. അപ്പോൾ അതൊരു വലിയ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് സീനിയേഴ്സിനെ വിളിച്ച് കാണിക്കും. പക്ഷെ ഞാൻ ആദ്യം മാതാവിനോട് ചോദിക്കും, മാതാവേ ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാനിങ്ങനെ വിളിക്കണോ? അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യത്തിൽ സീനിയേഴ്സ് എന്നോട് പറഞ്ഞു, ഇപ്പോൾ വിടുവൊന്നും വേണ്ട, വെറുതെ വിടണ്ട. പക്ഷേ ഞാൻ അവരുടെ വാക്ക് കേൾക്കാണ്ട് മാതാവിനോട് ചോദിച്ചിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉള്ള ആവശ്യങ്ങൾ ഞാൻ മാതാവിനോട് ചോദിക്കും. അങ്ങനെ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ആണെങ്കിലും മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഡ്രഗ് എററൊന്നും വരുത്തല്ലേ, അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും കാണിക്കല്ലേ, തക്ക സമയത്ത് ഉചിതമായ ഇത് പ്രവർത്തിക്കാനുള്ള ബുദ്ധി വിവേകവും തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എന്നും ഡ്യൂട്ടിക്ക് കയറുന്നത്. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതിൽ വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ്, ഏറ്റവും കൂടുതലായിട്ട് സംരക്ഷണമാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ ജോലി മേഖലയിൽ മാതാവേ ഓടി വരണേ, എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ മാതാവേ പറ്റിപ്പോയി, എനിക്ക് ഇത് പറ്റിപ്പോയി, അറിയാണ്ട് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ അപ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇപ്പോൾ മെഡിസിനൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മെഡിസിൻ്റെ സമയത്ത് ഡിസ്ട്രാക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ പേഷ്യൻ്റ് എന്തെങ്കിലും യൂറിൻ പാസ് ചെയ്തോ ബെഡ് വെറ്റൊക്കെ ആയി കിടക്കുവാണെങ്കിൽ ജസ്റ്റ് കെയറേഴ്സിനെ വിളിച്ച് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയും. പക്ഷേ ഇപ്പം എനിക്ക് മെഡിസിൻ കൊടുക്കുന്ന സമയമാണെങ്കിൽ പോലും, തിരക്കാണെങ്കിൽ പോലും, ഞാൻ ഇപ്പം എനിക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ സഹായത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ആരെയും വിളിക്കാറില്ല. ആ പേഷ്യൻ്റ് അപ്പം തന്നെ ബെഡ് മാറ്റി പാമ്പറൊക്കെ മാറ്റി ഞാൻ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്കവിടെ ഇങ്ങനെ ഫുഡ് മേടിച്ച് കൊടുക്കാൻ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് ഫിക്സഡ് ആയിട്ട് ഫുഡ് ബാങ്കിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ പത്രം കൊടുക്കുക, ഇവിടെ നിന്ന് ഞാൻ ഇംഗ്ലീഷ് പത്രം മേടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ജസ്റ്റ് വാർഡിലും പിന്നെ അവിടെ റോഡിൽ, വീടിൻ്റെ അടുത്തുള്ള ജസ്റ്റ് റോഡിൽ നടന്നിട്ട് അല്ലെങ്കിൽ മോളുകളിൽ പോയി അവിടെ നിന്ന് അവർക്ക് വിശ്വാസപ്രമാണം ചൊല്ലി എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പത്രം കൊടുക്കാനാണ് ശരിക്കും എനിക്ക് വളരെ വളരെ ചമ്മലായിരുന്നു എനിക്ക് ആദ്യം. മിക്ക സമയത്ത് ഞാൻ പത്രം മേടിച്ചു കൊണ്ടുപോയ ജസ്റ്റ് ഇവിടെ പള്ളികളിൽ കൊടുത്തിട്ട് ഒരക്ഷരം പോലും ഇണ്ടാണ്ട് പ്രാർത്ഥന വിശ്വാസപ്രമാണം ചൊല്ലി പത്രം കൊടുത്തിട്ട് വേഗം കാര്യം തീർക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ഉടമ്പടി പുതുക്കി, അങ്ങനെ ഞാൻ കുറച്ച് പത്രം ഞാൻ പള്ളിയിൽ കൊണ്ട് കൊടുത്തു. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിലിങ്ങനെ മാതാവ് പറഞ്ഞ് ഇങ്ങനെ, നീ ഇത്രയും അനുഗ്രഹങ്ങൾ നിനക്ക് ഞാൻ തന്നില്ല, എന്നിട്ടും നിനക്ക് ഈശോയെ ഏറ്റു പറയാൻ ഇത്ര മടിയാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പക്ഷേ ഞാൻ അത് കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ തന്നെ പോയി കൊടുക്കാമെന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നെയും എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ, നിനക്ക് ഈശോയെ ഏറ്റു പറയാൻ ഇത്ര മടിയാണോ എന്നുള്ള രീതിയിൽ. അങ്ങനെ എനിക്കത് ഭയങ്കര വിഷമമായി. അങ്ങനെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഈ റോഡിൽ കൂടെയൊക്കെ നടന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ നടന്ന് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ എനിക്ക് മാതാവ് അതിനുള്ളൊരു കൃപ തന്നു. ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അവിടെയുള്ള ചേട്ടന്മാരുടെയും അങ്ങനെ കടകളിലൊക്കെ, വലിയൊരു ടൗണാണ് അങ്കമാലി, ആ ടൗണിൽ നടന്ന് അത് പത്രങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി, അത് സാധാരണ ഞാനൊന്നും പറയാറില്ല, പക്ഷേ ഇപ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞു. എനിക്കതിനുള്ള കൃപ മാതാവ് നൽകി, ശക്തി നൽകി. മാതാവ് എനിക്കിങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ മാതാവ് എനിക്ക് തന്നു.
ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. യെശയ്യാ 58:11 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. ഡിംപിൾ ഡേവിസ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം കുടുംബത്തിന് ലഭിച്ച നിരവധിയായ ഉടമ്പടി അനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം വിദേശത്തുള്ള ജോലി അമ്മ മാതാവ് സുരക്ഷിതമായി നൽകിയതിന് നന്ദി പറഞ്ഞു. ജീവിത പങ്കാളിക്ക് അവിടെ ജോലിയിലുണ്ടായിരുന്ന വലിയ ക്ലേശങ്ങൾ അത് മാറുന്നതിനും ജോലിയിൽ അവിടെ സ്ഥിരതയോടുകൂടി തുടരുവാൻ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ മകന് ലഭിച്ച ആ ഒരു സംരക്ഷണത്തിനും സ്ഥിരതയ്ക്കും നന്ദി സൂചിപ്പിച്ചു. അതോടൊപ്പം കുഞ്ഞിനുണ്ടായിരുന്ന മറ്റു കുട്ടികളുമായി ഇടപഴകുവാനുണ്ടായിരുന്ന എല്ലാ പെരുമാറ്റ ബുദ്ധിമുട്ടുകളും പഠനത്തിലുണ്ടായിരുന്ന പ്രയാസങ്ങളും മാറി ശാന്തതയോടുകൂടി പഠിക്കുവാനുള്ള വഴി തുറന്നു കിട്ടിയതിനും സഹോദരി അമ്മയുടെ തിരുനടയിൽ നന്ദി പറഞ്ഞു. ഉടമ്പടി നമ്മളെ എപ്പോഴും എങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം, എങ്ങനെ കുറേ കൂടി ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തികളായി ജീവിക്കാമെന്ന് നിരന്തരം പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയിലും ഈശോയെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് സ്വന്തമാക്കും വിധം നമ്മുടെ ജീവിത രീതികളെ മാറ്റുന്നത് ഉടമ്പടിയിലാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എടുത്ത മക്കൾ പറയുക, ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വിശുദ്ധ കുർബാന കുറേ കൂടി അനുഭവപരമായി ഉൾക്കൊള്ളുവാനും പങ്കെടുക്കുവാനും സാധിക്കുന്നത്. ഞങ്ങൾക്ക് കുറേ കൂടി പ്രാർത്ഥന ഓരോന്ന് ചൊല്ലുമ്പോഴും ജപമാല ചൊല്ലുമ്പോഴും അതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി പങ്കുചേരുവാൻ സാധിക്കുന്നത്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് കൊടുത്തതായിട്ടല്ല, ദൈവസ്നേഹത്താൽ കൂടുതൽ സന്തോഷത്തോടു കൂടി ഈശോയ്ക്ക് നൽകിയതായി കൊടുത്തതായി എപ്പോഴും ഫീൽ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്, ആത്മീയ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു. ദൈവത്തെ അടുത്തറിയുവാൻ സ്നേഹിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം മറ്റുള്ളവരുടെ ഇടയിൽ വ്യാപരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. അതാണ് മകൾ സൂചിപ്പിച്ചത്. പള്ളിയിൽ മാത്രം പത്രം കൊടുത്തു പോയിരുന്ന എനിക്ക് ആ അങ്കമാലി എന്ന തിരക്കുള്ള ആ ഇടത്ത് ടൗണിൽ യാതൊരു സങ്കോചവുമില്ലാതെ പത്രം കൊടുക്കുവാൻ തക്കവിധം എൻ്റെ മാനസികമായ സ്റ്റാറ്റസ് കുറയുമോ എന്ന ഭയവും നാണവും ഒക്കെ മാറ്റി ദൈവനാമത്തെ പ്രഘോഷിക്കും വിധം എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തിയതും ഉടമ്പടി ജീവിതമാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ ചേർത്ത് പിടിക്കുവാൻ ജീവിതത്തിൻ്റെ ഏതൊരവസരത്തിലും സന്നദ്ധരാണോ, ദൈവം കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നതും അനുഗ്രഹിക്കുന്നതും നമുക്ക് കാണുവാനാവും. പരിശുദ്ധമ്മ നമ്മളെ നിരന്തരം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ കരം പിടിച്ചാൽ ദൈവത്തോടൊപ്പമുള്ള ദൈവത്തിൽ ഉടമപ്പെടുത്തിയ ആത്മാവിൻ്റെ സഞ്ചാരം നമുക്ക് വളരെ എളുപ്പമാകും. തന്നെ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എനിക്കൊരു സാക്ഷ്യം പറയാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ എൻ്റെ കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് റെൻസി, ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 5, 2025 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാനൊരു നേഴ്സാണ്. അയർലൻഡിന് പോകുന്നതിന് വേണ്ട DL പ്രോസസ്സിങ് എനിക്ക് യാതൊരു തടസ്സവും കൂടാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാൻ ചെറുപ്പത്തിലെ മുതലേ മാതാവിനോട് ഒത്തിരി വിശ്വാസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയാണ് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു തന്നതും എനിക്ക് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമായതും എല്ലാം. അങ്ങനെ എൻ്റെ DL പ്രോസസ്സിങ് ചിലപ്പോൾ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് എൻ്റെ ഏജൻസിക്കാർ പറഞ്ഞു. കാരണം എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ ഒരു ഡേറ്റ് വ്യത്യാസമുള്ളതുകൊണ്ട് ഈ സമയം എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ 6 മാസം ഓൾറെഡി കഴിഞ്ഞിരുന്നു OET എഴുതിയിട്ട്. അപ്പോൾ എൻ്റെ OET എക്സ്പയർ ആവുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലിക്ക് കയറണമായിരുന്നു. അങ്ങനെ ഞാൻ മാർച്ചിൽ വന്ന് ഉടമ്പടി എടുത്തു. ഈ നിയോഗം ഫസ്റ്റ് എൻ്റെ ഉടമ്പടിയിൽ നിയോഗമായിട്ട് ഞാൻ എഴുതിയിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ചു പോന്നിരുന്നു. ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനൊക്കെ ഫസ്റ്റ് ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു. അങ്ങനെ 88ാമത്തെ ദിവസം എനിക്ക് റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞ DL എനിക്ക് യാതൊരു ക്വയറീസും
പേപ്പേഴ്സും കൂടാതെ എനിക്ക് DL കംപ്ലീറ്റ് ആയി കിട്ടി. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു വിശ്വാസം തന്നു കൃപാസന മാതാവിൽ. കാരണം ഏജൻസിക്കാർ എന്നെക്കൊണ്ട് അക്നോളജ്മെൻറ്റ് പേപ്പർ എഴുതി മേടിച്ചിരുന്നു. കാരണം റിജക്റ്റായ അവർ റെസ്പോൺസിബിലിറ്റി ഇല്ല, ഞാൻ തന്നെ റെസ്പോൺസിബിലിറ്റി ഇട്ടെടുക്കണമെന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പ്രോസസ്സിങ്ങുമായിട്ട് മുന്നോട്ട് പോയത്. അങ്ങനെ എനിക്ക് ആ DL മാതാവ് യാതൊരു കുഴപ്പവും കൂടാതെ തന്നു. തുടർന്ന് ഞാനൊരു അയർലൻഡിലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ എനിക്ക് അറിയായിരുന്നു, കാരണം എനിക്കത് കിട്ടാൻ ഒരു ചാൻസും ഇല്ലയെന്ന്. കാരണം എനിക്ക് 1 വർഷത്തെ ഗ്യാപ്പുണ്ട്. പിന്നെയാണെങ്കിൽ ഞാനിപ്പോൾ സെയിം ഡിപ്പാർട്ട്മെൻറ്റിലല്ല വർക്ക് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടാൻ യാതൊരു ചാൻസും ഇല്ലയെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എന്നാലും മാതാവിലും ഈശോയിലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇൻ്റർവ്യൂ കോള് വരുന്നു. ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ 3 മാസം വെയിറ്റ് ചെയ്തിരുന്നു ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ആവാൻ. അങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ആ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയെന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. എന്നെ ഒരു ഐറിഷ് ലേഡിയാണ് എൻ്റെ ഏജൻറ്റ്. അവരുടെ പേര് മരിയ എന്നായിരുന്നു. പക്ഷെ ആ മാതാവിൻ്റെ പേര് തന്നെയാണല്ലോ എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയും എൻ്റെ ഉടമ്പടിയിലൂടെ സാധിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെ ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകുമെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമായിരുന്നു. എൻ്റെ വീട്ടിലുള്ളവരെല്ലാവർക്കും വിശ്വാസമായിരുന്നു എന്തായാലും ഈ ഇൻ്റർവ്യൂ പാസ്സാവും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. ഒരാൾക്കൊരു ജോലി നഷ്ടപ്പെട്ടു, തിരിച്ച് ആ ജോലി തന്നെ ഉടമ്പടി വഴിയായിട്ട് ലഭിക്കുന്നത്. അതിൻ്റെ അവസാനം സിസ്റ്റർ ഒരു ബൈബിൾ വാക്യം പറഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 13 വാക്യം, നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള സമയമായിരിക്കും. എന്തുത്തരം നൽകണമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും എതിർത്ത് നിൽക്കാനോ ചെറുത്ത് നിൽക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് നൽകും. ആ വചനം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തിൽ അത് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാനും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് ഇൻ്റർവ്യൂവിന് പാസ്സാകാൻ വേണ്ട എല്ലാ ജ്ഞാനവും എൻ്റെ ഈശോ എനിക്ക് നൽകും, ഞാനും ഇൻ്റർവ്യൂ പാസ്സാകുമെന്ന്. പക്ഷേങ്കിൽ എനിക്ക് ആ ഇൻ്റർവ്യൂവിന് പാസ്സാവാൻ സാധിച്ചില്ല. അത് ഭയങ്കരമായിട്ട് എല്ലാവരും വിഷമത്തിലായി. കാരണം മാതാവിൽ ഉറച്ച് വിശ്വസിച്ചിരുന്നു, ആ വചനത്തിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ആ ഇൻ്റർവ്യൂ കിട്ടാത്തതെന്ന് ഓർത്ത് ഒരുപാട് വിഷമിച്ചു. എനിക്ക് ആദ്യത്തെ ദിവസം എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഈശോയിലുള്ള വിശ്വാസമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഈശോയും മാതാവും എനിക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. എൻ്റെ അമ്മയും കൂടുതൽ എനിക്ക് ശക്തി പകർന്നു. ആ വിഷമിച്ചിരുന്ന സമയത്തും എൻ്റെ അമ്മ യൂട്യൂബിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസവും പുതിയ പ്രത്യാശയൊക്കെ ലഭിച്ചു. മാതാവ് എന്തായാലും കൈവിടത്തില്ല, മാതാവ് എന്തായാലും എനിക്ക് നല്ലൊരു ജോലി തരുമെന്ന്. അങ്ങനെ ഞാൻ പിന്നീട് എല്ലാവരും എന്നോട് പറഞ്ഞു, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ OETയുടെ എക്സ്പയറി ആവും, അതിനു മുമ്പ് എങ്ങനെയെങ്കിലും പിൻ നമ്പറെങ്കിലും സേവ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ ചെന്ന് എക്സാം പാസ്സായി പിൻ നമ്പർ സേവ് ചെയ്യുവാണെങ്കിൽ OET എക്സ്പയർ ആവാണ്ടിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെ നമ്മൾ പോകണമെങ്കിൽ ഏകദേശം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഒരു 8-9 ലക്ഷം രൂപയോളം ചിലവാകും. ഈ സമയം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ പേരിൽ ഇത്രയൊരു ലക്ഷം മുടക്കാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് എനിക്ക് ഇടവരുത്തരുതേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനാണെങ്കിൽ മാതാവിനോട് സ്ഥിരമായി വിശുദ്ധ കുർബാനയിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ വിശുദ്ധ ഏജൻസിക്കാർക്ക് ഞാൻ എൻ്റെ CV കൊടുത്തു. അവർ ഏകദേശം ഒരു 15-25ഓളം ഹോസ്പിറ്റലുകളിലും നേഴ്സിംഗ് ഹോമുകളിലും എല്ലാം എൻ്റെ CV കൊടുത്തു. പക്ഷേ ഇവിടെ നിന്നും എനിക്ക് ഒരു റെസ്പോൺസും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ കേരളത്തിൽ വന്നു. ആ ഇൻ്റർവ്യൂവിൽ ഏകദേശം അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ ഷോർട്ട് ലിസ്റ്റഡായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ആ ഇൻ്റർവ്യൂ അയച്ചു കൊടുത്തു, അവരും ഷോർട്ട് ലിസ്റ്റഡായി. പക്ഷേ ഞാൻ മാത്രം സെലക്ട് ആയില്ല. അന്നത്തെ ദിവസം വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാവരും സെലക്റ്റായി. ആ ഇൻ്റർവ്യൂവിന് പോലും ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആയില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് എൻ്റെ ഫോണിൽ നോക്കുമ്പോൾ ഒരു മെയിൽ വന്നിരിക്കുകയാണ്. ആ മെയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഒരു CV സബ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്കൊരു ഹോപ്പും ഇല്ലായിരുന്നു. കാരണം അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ആണ്. അവരുടെ റിക്വയർമെൻറ്റ്സും എനിക്ക് ഉള്ളതിനേക്കാളും കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ അവരെനിക്ക് തിരിച്ച് മെയിൽ അയച്ചു, എൻ്റെ CV കൂടുതൽ ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യുക, അവർക്ക് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സെൻഡ് ചെയ്ത് കൊടുത്തു. അവർക്ക് കൂടുതൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. അവർ ഓരോ പ്രാവശ്യം ഇങ്ങനെ കറക്ഷൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ അതെല്ലാം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് ദിവസം അവർ പറഞ്ഞു, നിൻ്റെ CV
CV ഹോസ്പിറ്റലിലോട്ട് സെൻഡ് ചെയ്തിട്ടില്ല, ലാസ്റ്റ് കറക്ഷനും കൂടി ചെയ്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്, നവംബർ 26 എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ഐറിഷ് ടൈം 2:30 പക്ഷേ എൻ്റെ ഹോസ്പിറ്റലിലോട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നതിന് മുമ്പ് പോലും മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് തന്നിരുന്നു. അതെനിക്ക് ഒരുപാട് വിശ്വാസം തന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയം കണ്ടപ്പോഴും ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചു. ഉച്ചയ്ക്ക് 2:30 മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സമയമാണ്. അപ്പോഴും ഞാൻ വിശ്വസിച്ചു മാതാവ് എനിക്ക് ഇത് എന്തായാലും ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകുമെന്ന്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ ഒരാഴ്ച മുമ്പ് എനിക്ക് ശരിക്കും പഠിക്കാനൊന്നും പറ്റിയില്ല. കാരണം എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പനിയായിട്ട്. എനിക്ക് പഠിക്കാനേ സമയമില്ലായിരുന്നു, ഒന്നും ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അപ്പോഴും ഞാൻ ഈശോ തന്ന ആ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ഈശോ പറഞ്ഞിരുന്നു എനിക്ക് ജ്ഞാനം നൽകുമെന്ന്. ആ ജ്ഞാനം എനിക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും എനിക്ക് പറയാനുള്ള കഴിവ് ഈശോ തരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ നവംബർ 26 ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ലാപ്ടോപ്പ് എല്ലാം ഓക്കെ ആയിരുന്നു, നെറ്റെല്ലാം കണക്റ്റഡ് ആയിരുന്നു. പക്ഷേ ആ സമയം പെട്ടെന്ന് എൻ്റെ ലാപ്ടോപ്പ് സ്റ്റോപ്പായി പോയി. ഇവിടുത്തെ മാതാവിൻ്റെ ഒരു സിൽവർ ഗ്രേ കളറിൽ എൻ്റെ ലാപ്ടോപ്പ് തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്ക്രീൻ ഒന്നും വർക്കാവണില്ല, ഒന്നും ചെയ്തിട്ട്. പക്ഷേ എപ്പോഴും ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എനിക്ക് എൻ്റെ ഫോൺ ഓണാക്കാൻ തോന്നി. ഞാൻ ഫോൺ ഓണാക്കി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ നെറ്റ് കണക്റ്റായി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൽ ഞാൻ നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെ ആൻസേഴ്സ് പറഞ്ഞു. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ പാസ്സാകുമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ മെയിൽ വന്നു, ഞാൻ ഇൻ്റർവ്യൂ പാസ്സായിന്ന്. അത് എൻ്റെ മെറിറ്റിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ക്വാളിഫിക്കേഷൻസും എൻ്റെ യോഗ്യതകൾക്കും അപ്പുറം മാതാവും ഈശോയും തന്ന വലിയൊരു അനുഗ്രഹമാണ്. കാരണം എനിക്ക് കുറവുകളുണ്ടായിട്ടും ഒരു HSC ഗവൺമെൻറ്റിൽ നേഴ്സായിട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് ബെഡ് ഹോസ്പിറ്റലിലാണ് സ്റ്റാഫിനെയാണ് അവർക്ക് വേണ്ടത്. പിന്നെ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെയാണ് വേണ്ടത്. പക്ഷേ ഇത് രണ്ടും എനിക്കും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായത് അമ്മ മാതാവ് ഈശോയും മാത്രം തന്നുകൊണ്ടാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. തുടർന്ന് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടും പിന്നീടും എനിക്ക് കുറേ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. എന്ത് പ്രോസസ്സിങ്ങിന് ഇറങ്ങിയാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമായിരുന്നു. അപ്പോഴും ഞാൻ ഇവിടെ വന്ന് എൻ്റെ മൂന്നാമതെൻ്റെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും എനിക്ക് എപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും മാതാവ് എന്തെങ്കിലുമൊക്കെ അടയാളം തരുമായിരുന്നു. ഇനി എൻ്റെ തിരിയിലും മാതാവ് വന്നിട്ടുണ്ട്. ഇതാണ് ആ തിരിയിൽ വന്ന മാതാവിൻ്റെ രൂപം. ആ തിരിയിൽ മാതാവ് വന്നപ്പോൾ എനിക്ക് കൂടുതൽ ശക്തി പകരുമായിരുന്നു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം മാതാവ് കറക്റ്റ് സമയത്ത് തന്നെ കംപ്ലീറ്റ് ആക്കി തന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും ആയിരുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ പേപ്പറുകൾ തടസ്സപ്പെട്ട് കിടക്കുന്ന പേപ്പറുകൾ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കഴിയുമ്പം എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എൻ്റെ പേപ്പറുകളെല്ലാം എനിക്ക് ശരിയാക്കി കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണേക്ക് മുമ്പ് എൻ്റെ ടിക്കറ്റും വിസയും കൂടി വരണേ മാതാവേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിന് ശേഷം വൈകുന്നേരം 5:30 ആയപ്പം എൻ്റെ ടിക്കറ്റും വന്നു. ഞാൻ മെയ് 4-ാം തീയതി അയർലൻഡിന് പോകുവാണ്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടുന്ന് പത്രങ്ങൾ ഞാൻ കൊണ്ട് പൊതുമേഖലയിലും ക്രൈസ്തവ മേഖലയിലൊക്കെ കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. എല്ലാവരും വേണ്ടാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു മടിയായിരുന്നു. പിന്നീട് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിലായപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ്റെ ടോക്കൊക്കെ ഒരുപാട് സഹായിച്ചു. അങ്ങനെ ഇപ്പോൾ എനിക്ക് പത്രങ്ങളൊന്നും കൊടുക്കുന്നതിന് യാതൊരു മടിയില്ല. കാരുണ്യ പ്രവർത്തികളായിട്ട് രോഗികളെയൊക്കെ ഹോസ്പിറ്റലിലും വീടുകളും പോയി കണ്ടിട്ടുണ്ട്. സാമ്പത്തികമായി പറ്റുന്ന പോലെ സഹായിച്ചിട്ടുമുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോട് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു. ഈശോയെ കൂടുതൽ വിശുദ്ധ കുർബാനയിൽ സ്നേഹിക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ പറ്റും. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ സ്ഥിരമായി ദിവ്യബലിയിൽ പങ്കെടുക്കുവാനൊക്കെ തുടങ്ങിയത്. എന്താവശ്യത്തിലും ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒന്നാണ് ദിവ്യബലി എന്നുള്ള തിരിച്ചറിവും ബോധ്യവും ഒക്കെ ലഭിച്ചത് ഉടമ്പടി വഴിയാണ്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം തിരുവചനം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. റെൻസി എന്ന സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ് ഈ മകൾക്ക് അയർലൻഡിൽ ഒരു ഗവൺമെൻറ് ജോലി നൽകി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വലിയ അനുഗ്രഹം നൽകി ഈ മകളെ കൊണ്ടുപോകുന്നത്.
നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു ഉടൻ പരിഹാരമാണ്. ഉടമ്പടി ഉടൻ പരിഹാരമാകണമെങ്കിൽ ദൈവമാണ് എൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റി എന്ന് നാം ഏറ്റുപറയുന്ന അല്ലെങ്കിൽ ജീവിച്ചു കാണിക്കുന്ന അവസ്ഥകളിലാണ് നമുക്ക് ഉടമ്പടി ഉടൻ പരിഹാരമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ഈശോ തന്നെ, ഞാൻ തന്നെയാണ് അവൾക്ക് അല്ലെങ്കിൽ അവനെ പ്രയോറിറ്റി, അവരുടെ മുൻഗണന, മുൻതൂക്കം എന്ന് ഈശോയ്ക്ക് തോന്നുന്ന ആ നിമിഷം നമുക്ക് പിന്നെ യാതൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. ഈശോ തന്നെ പറയുന്നു, അത് ലൗകികരാണ് അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നത്. നിങ്ങൾ എത്രയോ 2 കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. ഇന്ന് വിരിഞ്ഞ് നാളെ വയലിൽ ഉണങ്ങിപ്പോകുന്ന പൂവിനേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചതെന്നെല്ലാം ഈശോ നമുക്ക് വിലയിടുന്നുണ്ട്. അവിടുത്തെ തിരുരക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് നിത്യതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. റെൻസി അനുഭവിക്കുന്നതും ഒരു വലിയ നിത്യതയുടെ ജീവിതമാണെന്നും ഈശോയെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ആശ്വാസത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും അനുഭവമാണെന്ന് ഓരോ നിമിഷത്തിലും റെൻസി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റെൻസിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറിഷ് ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ആ ലേഡിയുടെ ഇൻ്റർവ്യൂവറിൻ്റെ ഡ്രസ്സ് തന്നെ പേര് തന്നെ മരിയ എന്നായിരുന്നുള്ള ഒരു അടയാളം റെൻസിക്ക് നൽകുകയായിരുന്നു. ഇൻ്റർവ്യൂ എത്ര തന്നെ ടഫായാലും വചനത്തിൽ ആശ്രയിക്കുവാൻ, ആ വചനം വിഴുങ്ങി വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ, നീ സാക്ഷിയാക്കും എന്നുള്ള, ഞാൻ സാക്ഷിയായി തന്നെ നിലനിൽക്കും എന്നുള്ള വലിയ ഒരടയാളം പരിശുദ്ധാമ്മ ഇവിടെ നൽകുകയുണ്ടായി. നിനക്ക് സാക്ഷ്യം പറയാനുള്ള ഒരവസരമായിരിക്കും. നമ്മുടെ ജോലിയും വിവാഹവും വീടും നമ്മുടെ എല്ലാ സാധ്യതകളും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവനാമത്തെ വിശ്വാസത്തെ പ്രഖ്യാപനം ചെയ്യുവാനുള്ള വലിയ ഒരു സാഹചര്യമായിട്ടാണ് നാം ഈ സാക്ഷ്യങ്ങളെ കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധമ്മയുടെ ആ പ്രത്യക്ഷ സമയം, അവരുടെ ആ വിസ നൽകിയ ആ സമയം തന്നെ പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ആ സമയമാണ് 2:30. ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ സമയമാണത്. ഉച്ചകഴിഞ്ഞ് 2:30. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ രക്ഷിക്കുന്ന, എത്ര തന്നെ ചെറുതായാലും വലുതായാലും നമ്മുടെ കഷ്ടപ്പാടുകൾ, കഷ്ടതകളെല്ലാം തന്നെ ദുരന്തമാണെന്ന് നാം തിരിച്ചറിയുന്നത് ഈ അത്ഭുതം പ്രവർത്തിച്ച ആ സമയമാണ്, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഉടമ്പടി ധ്യാനങ്ങൾ നാം വളരെ അലസത കൂടാതെ തന്നെ അത് കൂടണം, അത് പങ്കെടുക്കണം എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഉടമ്പടി ധ്യാന സമയങ്ങളിലാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഇന്ന് യൂട്യൂബിൽ മക്കൾ ഏറ്റുപറയുന്നത്. കാരണം ഉടമ്പടി ധ്യാന സമയങ്ങൾ, ആ സമയത്ത് തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഇടപെടുകയും ചെയ്യുന്നതായി നാം കാണുകയാണ്. അങ്ങനെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉറപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും അച്ഛൻ്റെ വലിയ മനോഹരമായ പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന സമയത്ത് നമ്മെ കൊണ്ട് ഏറ്റുപറയിച്ച ഒരു മനോഹരമായ പ്രാർത്ഥനയാണ്. കർത്താവേ, എൻ്റെ സങ്കടങ്ങളിൽ അങ്ങയെ വിശ്വസിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകുമ്പോൾ അങ്ങ് എന്നെ വെട്ടിയൊരുക്കുകയാണെന്ന് എനിക്ക് വ്യക്തത നൽകണമേ എന്ന്. അതാണ് ഈ ഉടമ്പടി പ്രാർത്ഥന. എന്നെ വെട്ടിയൊരുക്കുന്ന സമയങ്ങളെയെല്ലാം അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പ് നൽകുന്ന വചനങ്ങൾ ഏറ്റുപറയുവാനും വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനും എനിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ